2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. 2 പത്രോസ് 3:18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ഏറ്റവും ഗൗരവമായ ചില ആത്മീയ ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് വരാൻ താല്പര്യപ്പെടുന്നത്. പ്രിയരെ, അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം താൻ ഒരു വലിയ ഡേഞ്ചർ ഒരു സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന ഒത്തിരിവിധമായ തകർച്ചകളെ അവരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് എഴുതുന്നൊരു ലേഖനമാണ് ഈ പത്രോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ ഈ ലേഖനത്തിൻ്റെ ആമുഖ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്രോസ് നാം എത്ര വിലയുള്ളവരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയാണ് ശരിക്കും ഈ ലേഖനം മുൻപോട്ട് പോകുന്നത്. 2 ലേഖനങ്ങൾ നോക്കിയാലും 2-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് ഇത് യൂദയുടെ ലേഖനവുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധം നമുക്ക് ഈ ലേഖനത്തിനകത്ത് കാണാൻ പറ്റുന്നു. നിങ്ങൾ യൂദയുടെ ലേഖനവും 2 പത്രോസിൻ്റെ ലേഖനം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമാനമായ പദങ്ങൾ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സമാനമായ പദങ്ങൾ, സമാനമായ വെല്ലുവിളികൾ, സമാനമായ എതിർപ്പുകൾ, ഇതൊക്കെ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നു. ദുരുപദേഷ്ടക്കന്മാർ മുഖാന്തരമുള്ള, ന്യായവാദങ്ങൾ മുഖാന്തരമുള്ള, ജ്ഞാന അധിഷ്ഠിതമായ സമൂഹങ്ങൾ മുഖാന്തരമുള്ള, നോസിസ്റ്റുകൾ മുഖാന്തരമുള്ള ഒത്തിരി എതിർപ്പുകൾ ആ സമൂഹത്തിന് നേരെ വരുന്നുണ്ട്. ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ നിന്ന് ഈ ജനത്തെ അകറ്റിക്കളയുന്ന ഒത്തിരി വിധമായ കാര്യങ്ങൾ ആ സമൂഹത്തിന് സംഭവിക്കുമ്പോൾ അവരെ പ്രബോധിപ്പിച്ചെഴുതുന്ന ഒരു ലേഖനമാണ് ഈ പത്രോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 1-ാമത്തെ അധ്യായത്തിനകത്ത് നോക്കിയാൽ നാം എത്ര വിലയേറിയവരെന്ന് നമ്മെ വെളിപ്പെടുത്തുക, നാം എത്ര വിലയുള്ളവരാണ്. അതുകൊണ്ട് പറയുന്ന ആദ്യ ഭാഗം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ നോക്കിയാൽ 4-ാമത്തെ വാക്യം വന്നാൽ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പം നമ്മൾ ആരാണ്? വിലയേറിയവരും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടവരാണ്. ഇനിയും ഞാൻ നിങ്ങളെ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ലേഖനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലേക്ക് വന്നാൽ അവിടെ പറയുന്നുണ്ട് നമ്മൾ എത്ര വിലയുള്ളവരാണ്. എന്താണ് നമ്മുടെ വില എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിലയേറിയ വിശ്വാസം ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. വിലയേറിയ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് എന്ന് പറഞ്ഞാൽ 4 തലത്തിലാണ് പത്രോസ് ഇതിനെ വിലയേറിയത് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വിലയേറിയ വിശ്വാസം ലഭിക്കപ്പെട്ട 1-ാമത്തെ വാക്യം പറയുന്നു നമ്മൾ വിലയേറിയ വിശ്വാസം ലഭിക്കപ്പെട്ടവരാണ്. അടുത്ത ഭാഗം പറയുന്നു നമ്മൾ വിലയേറിയ വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടവരാണ്. 1-ാം ലേഖനം പറയുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. അതിൻ്റെ 17-18 വാക്യങ്ങൾ പറയുന്നു വിലയേറിയ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക നോക്കിയാൽ വിശ്വാസ ജീവിതത്തിനകത്ത് നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ വിലയേറിയവരാണ്. നമ്മുടെ ലൈഫിനെ, ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും ഗൗരവമായിട്ട് കാണണമെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം അതിനെ ഗൗരവമായിട്ട് കാണണമെങ്കിൽ അതിൻ്റെ വില മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ ഗൗരവമായി കാണത്തുള്ളൂ. ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് മാത്രം അതിൻ്റെ വില അറിയത്തില്ല. പക്ഷേ ഇത് കാണുന്ന പലർക്കും അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. വില അറിയാത്തതിൻ്റെ ഒരു കുഴപ്പം, ഞാനതിനെ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കും. ഒരു കാര്യത്തിൻ്റെ വില എനിക്കറിയത്തില്ലെങ്കിൽ ഞാനതിനെ ഏറ്റവും അലക്ഷ്യമായിട്ട് മാറ്റും. അതുകൊണ്ട് പലരും പറയുന്നത് ഒരു കാര്യം സൗജന്യമായി കിട്ടുന്നതിനേക്കാൾ വലിപ്പമുണ്ട് അത് വില കൊടുത്ത് വാങ്ങിക്കുമ്പം. കാരണം ആ വില കൊടുത്ത് വാങ്ങിക്കുമ്പം എനിക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ഞാനതിനോട് സൂക്ഷ്മത കാണിക്കും, ഞാനതിനോട് ഗൗരവത കാണിക്കും. അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഗൗരവതയോടെ ആയിരിക്കും. ചിലതൊക്കെ ഹാൻഡിൽ വിത്ത് കെയർ നമ്മൾ പറയത്തില്ലേ, അപ്പം വളരെ ഗൗരവമായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യും. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതം. അലക്ഷ്യമായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ആത്മജീവിതത്തെ എനിക്ക് അലക്ഷ്യതയോടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ജീവിതം വിലയേറിയ ജീവിതമാണ്. ഈ ജീവിതം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലൈഫാണ്. പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ഒഴുക്കിനൊത്തങ്ങ് പോവാം. ഈ ജീവിതത്തിൽ അങ്ങനെ ഒഴുക്കിനൊത്തങ്ങ് നീങ്ങുക. നോ, അതല്ല ക്രിസ്തീയ ജീവിതം. ഒഴുക്കിനൊത്ത് പോകുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് ഇതിൻ്റെ വില മനസ്സിലാക്കി ഗൗരവതയോടെ ശ്രദ്ധയോടെ ദൈവ ഇഷ്ടത്തിനകത്ത് കഴിക്കേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നൊരു പദമുണ്ട്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പം ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം.
എന്നിട്ട് പിന്നെ താഴോട്ടൊക്കെ പറയുന്നുണ്ട്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ. അപ്പം രക്ഷയെ ഗണ്യമാക്കിയുള്ള ജീവിതം. 1:18 പറയുന്നത്, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് വെള്ളി, പൊന്ന് തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിലയേറിയ രക്തത്തിൻ്റെ ഓർമ്മയിലും, ഈ വിലയേറിയ രക്തത്തിൻ്റെ അനുഭവത്തിലും, ഈ വിലയേറിയ വീണ്ടെടുപ്പിൻ്റെ ശക്തിയിലും, വിലയേറിയ ദൈവ കുഞ്ഞാടിനെ പറ്റിയുള്ള അന്തരാത്മാവിൻ്റെ ബോധ്യത്തിലും ചലിക്കുന്ന ജീവിതമാണ് ക്രിസ്തു ജീവിതം. ഈ ബോധ്യത്തിനകത്തുനിന്ന് ഞാൻ വെളിയിൽ വന്നാൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എല്ലാ മനുഷ്യരെ പോലൊരു സാധാരണ മനുഷ്യനാണ്. നമ്മുടെ യൂണീക്നെസ്, നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനകത്ത് തന്ന വിലയാണ്. ഈ വില നമുക്ക് ലഭിക്കപ്പെട്ടത് കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. ഈ വില നമുക്ക് ലഭിക്കപ്പെട്ടത് വിലയേറിയ വീണ്ടെടുപ്പിനാലാണ്. ഈ വില നമുക്ക് ലഭിക്കപ്പെട്ടത് അവിടുന്ന് നമുക്ക് തന്ന വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തത്താലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, വരുവാനുള്ള ലോകത്തും എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താ ഈ ഭൂമിയിൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് വക? എനിക്ക് ഈ ലഭിക്കുന്ന ഒന്നിലുമല്ല എൻ്റെ പ്രതീക്ഷയ്ക്ക് വക, മറിച്ച് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി എനിക്ക് ഇന്നേ ആസ്വദിച്ചുകൊണ്ട് ദൈവകൃപയിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരിക എന്നതാണ് ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇനി വരുവാനുള്ള ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഇവിടെയുള്ള ദ്രവത്വം അദ്രവത്വത്തെയും, ഇവിടെയുള്ള മർത്യമായ അമർത്യത്തെയും പുൽകുന്ന ഒരു തേജസ്സിൻ്റെ ദിനത്തിൽ, അന്ന് ഇതിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് ആ രാജ്യത്തിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുമെന്ന ഒരു പൂർണ്ണതയുടെ കാലം ഇനി വെളിപ്പെടാൻ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാലത്തും ബ്ലെസ്ഡ് ആണ്, ഞാൻ വരാനുള്ള ലോകത്തും ബ്ലെസ്ഡ് ആണ്. ഈ രണ്ട് ബ്ലെസ്സിങ്ങുകൾ തിരിച്ചറിഞ്ഞ് പലപ്പോഴുമൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വില അറിയാതെ ജീവിക്കുന്നത്. നമ്മൾ തല താഴ്ത്തിയാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരാജിതരെ പോലെ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പരാജിതരെ പോലെ തല താഴുന്ന ആകുലങ്ങളും ഭാരങ്ങളും മാത്രം ഇങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒറ്റക്കാരി ഓർത്താൽ മതി, വില തിരിച്ചറിഞ്ഞാൽ മതി. വില തിരിച്ചാൽ മതി. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കാം. ഇനിയും ഈ ഭാഗം പറഞ്ഞതിന് ശേഷം ഇനി അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം എന്തിനാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്? 2-ാമത്തെ വാക്യം പറയുന്നുണ്ട്, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതാവുമായി തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ശരിക്കും എന്താണ് തൻ്റെ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം? ഇവരുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തി ഇവർ ക്രിസ്തുവിനോടൊപ്പം നടക്കണമെന്നതായിരുന്നു ഈ പത്രോസിൻ്റെ ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറയുന്നത്. അവരുടെ വില തിരിച്ചറിഞ്ഞവർ ക്രിസ്തുവിനോടൊപ്പം നടന്നു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ ഈ ആയുസിൽ ശ്രദ്ധയില്ലാത്തവരായി അലക്ഷ്യതയോടെ ഈ ആയുസിനെ കഴിക്കരുത്. ക്രിസ്തുവിനോടൊപ്പം നടക്കണം. ടു വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം നടക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം. ടു ലീവ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നടക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ ജയിക്കണം. അപ്പം ജീവിക്കണം, ജയിക്കണം, നടക്കണം. അപ്പം ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതം, ക്രിസ്തുവിൽ നടക്കുന്ന ജീവിതം, ക്രിസ്തുവിൽ ജയിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത, എൻ്റെ നടപ്പ് ക്രിസ്തുവിലാണെങ്കിൽ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ, ആ ലൈഫിൻ്റെ ഉറപ്പാണ് ക്രിസ്തുവിൽ ഞാൻ ജയിക്കും. കാരണം ആ ക്രിസ്തുവിൽ നടക്കുന്ന ഒരുവനും പരാജയപ്പെടത്തില്ല. അവൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് ക്രിസ്തുവിൽ അവൻ ജയിക്കും. ഈ ജയത്തിൻ്റെ പൂർണ്ണതയാണ് ഞാൻ വെളിപ്പെടുന്ന എസ്കറ്റോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞത്. അന്ന് തേജസ്സിൻ്റെ ദിനമാണ് ഈ ജയത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത്. ഈ ഭൂമിയിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ ജയം അനുഭവിക്കുന്നതിൻ്റെ പൂർണ്ണത അന്ന് വെളിപ്പെടും. അപ്പം എന്തിനാണ് പത്രോസ് ഈ ലേഖനം എഴുതിയത്? ടു ലിവ് വിത്ത് ക്രൈസ്റ്റ്, ടു വാക്ക് വിത്ത് ക്രൈസ്റ്റ്. അതുപോലെ ക്രിസ്തുവിൽ നടക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പാണ് അവന് ക്രിസ്തുവിൽ ജയമുണ്ട്, ക്രിസ്തുവിൽ ജയിക്കാം. അപ്പം ഇനി എന്നിട്ട് 2-3 വാക്യത്തിലേക്ക് വരുമ്പം അവിടെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? വാഗ്ദത്തം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞു വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. ഇവിടെ 3-ാം അധ്യായം വരുമ്പോൾ പിന്നെയും ഓർക്കുന്നു പ്രത്യാശതയുടെ വാഗ്ദത്തങ്ങൾ എവിടെ? താഴേക്ക് വരാം. അവിടെ വരുമ്പം പറയുകയാണ് കർത്താവിൻ്റെ വാഗ്ദത്തത്തെപ്പറ്റി, ആ ദിവസത്തിൻ്റെ വരവിനെ പറ്റി അവിടെ കാണുന്നു. എന്നിട്ട് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കാണുന്നു. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരാകണമെന്ന് പറയുന്നു. എന്നിട്ട് 14-ാമത്തെ വാക്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം? ഇവയെ കാത്തിരിക്കാൽ, ഏവയെ കാത്തിരിക്കയാൽ, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവരായതുകൊണ്ട് കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കണമെന്ന്.
പൗലൂസിനെ പറയുന്ന മറ്റൊരു പദപ്രയോഗമുണ്ട്. നമുക്ക് ലഭിക്കപ്പെട്ട അതിമഹത്തായ ഒരു വാഗ്ദത്തമുണ്ട്. എന്താ ഈ വാഗ്ദത്തം? ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. നാം ദൈവത്തോടൊപ്പം വാഴുമെന്ന വലിയ പ്രത്യാശ നമ്മുടെ അകത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കുവിൻ. അപ്പം ഏത് വാഗ്ദത്തം? ദൈവത്തോടൊപ്പമുള്ള ആ പൂർണ്ണത വെളിപ്പെടുന്ന വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളതുപോലെ നയിക്കാൻ പറ്റുന്നൊരു ജീവിതമല്ല ഇത്. എനിക്കിഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കാൻ പറ്റുന്നൊരു ജീവിതമല്ലത്. എൻ്റെ ഇച്ഛകൾക്കും മനോവികാരങ്ങൾക്കും ഒത്ത് നടക്കാൻ പറ്റുന്നൊരു ജീവിതമല്ലിത്. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് വിധേയപ്പെടുന്ന ജീവിതമല്ലിത്. ഈ ജീവിതം ദൈവാത്മാവിന് വിധേയപ്പെടുത്ത്, ദൈവ ഇഷ്ടം കേട്ട്, ദൈവ ഇഷ്ടത്തെ അനുഭവിച്ച്, ദൈവാത്മാവിന് വിധേയപ്പെട്ട് കൊടുത്ത് സഞ്ചരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതമെങ്കിൽ അതിനായിട്ട് ഒരുക്കപ്പെടാൻ അന്തരാത്മാവിൽ ഒരു വലിയ പ്രാർത്ഥന നമ്മുടെ അകത്ത് ഉയരുവാനിടയാകട്ടെ. ജീസസ്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് അതിന് 17-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമായി: എന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വയം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്തോണം? സ്വയം സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ സ്വയം സൂക്ഷിച്ചു കൊള്ളണം. തിരുവഴുത്തിനകത്ത് അങ്ങനല്ലേ? സ്വയം സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ടാണ് 18-ാമത്തെ വാക്യം പറയുന്നത്: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ഇനിയാണ് ഏറ്റവും ഗൗരവമായ കാര്യത്തിലേക്ക് വരുന്നത്. ഒരു ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു ചിന്തയിലേക്കാണ് പത്രോസ് അവരുടെ മനസ്സിനെ ഒന്നും കൂടെ ഉണർത്തിയിട്ട് നിൽക്കുക. നമ്മൾ പറയുമല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ നമ്മളിത് 2 വട്ടം പറയും. നമ്മളത് ഏറ്റവും അവസാനം ഒന്നും കൂടെ ഓർപ്പിക്കും. ഈ ലേഖനം തീരുന്നതിന് മുമ്പേ, അതിൻ്റെ ബെനഡിക്ഷൻ പറയുന്നതിന് മുമ്പേ ഏറ്റവും ഗൗരവമായിട്ട് പത്രോസ് അങ്ങോട്ട് ഓർപ്പിക്കുക: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളർച്ച എന്നതാണ്. ആത്മീക വളർച്ച എന്നതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായി സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആത്മീക വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആത്മീക വളർച്ച നമുക്ക് സംഭവിക്കണം. ഈ ഭൂമിയിലെ എല്ലാത്തിനകത്തും ഒരു വളർച്ച അതിൻ്റേതായ നിലവാരങ്ങളിലുണ്ട്. എക്സ്പീരിയൻസും വളർച്ചയും രണ്ടും രണ്ടാണ്. ഒരിക്കലൊരു കമ്പനിയിൽ ഒരു മനുഷ്യന് അടുത്തൊരു പോസ്റ്റിലേക്കുള്ള ഒരു പ്രൊമോഷൻ വരികയാണ്. 2 പേരതിന് യോഗ്യതയുള്ളവരുണ്ട്. കമ്പനിയുടെ മാനദണ്ഡത്തിനകത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ അതിനകത്തേക്ക് അവരെ പരിഗണിക്കും. എന്നാൽ ഒരു മനുഷ്യൻ ആ കമ്പനിയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റൊരാൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 7 വർഷമുള്ള മനുഷ്യൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു ഈ പ്രൊമോഷൻ തനിക്കാണ്. പക്ഷെ അവസാനം ലിസ്റ്റ് വന്നപ്പം ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവനാണ് സെലക്ട് ആയി. ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യവും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ വന്നു. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളോട് ചോദിച്ചു, സാറേ, ശരിക്കും ഞാനല്ലേ അതിനകത്ത് ഡിസേർവ്ഡ്? കാരണം ഞാൻ 7 വർഷമായിട്ട് ഈ കമ്പനിയെ സേവിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്കത് ലഭിച്ചില്ല? അപ്പം ആ മനുഷ്യൻ കൊടുത്തൊരു മറുപടിയുണ്ട്: നീ 7 വർഷം ജോലി ചെയ്തു എന്നത് സത്യമാണ്, പക്ഷെ നിനക്ക് ഞങ്ങൾ കാണുന്ന ഈ എക്സ്പീരിയൻസ് 1 വർഷമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷം നീ പഠിച്ചത് മാത്രമേ 7 വർഷവും നീ പഠിച്ചിട്ടുള്ളൂ. 1 വർഷം നിനക്ക് എന്തറിവ് കിട്ടിയോ ഈ അറിവിനകത്ത് നീ 7 വർഷം ജോലി ചെയ്തു. എന്ന് പറഞ്ഞാൽ കാലികമായ അപ്ഡേഷനുകൾ നിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല. അവിടെ നീ ഓരോ വർഷവും നിനക്ക് വേണ്ടുന്ന ആ കരിയറിലുള്ള വളർച്ചകളുണ്ടായിരുന്നു. ഇന്നോവേറ്റീവായിട്ടുള്ള തിങ്കിങ് വേണമായിരുന്നു. ഈ കമ്പനിക്ക് നിനക്ക് എങ്ങനെ സംഭാവന ചെയ്യാൻ പറ്റുമെന്നുള്ള നിൻ്റേതായ ആശയങ്ങൾ അതിനകത്ത് വേണമായിരുന്നു. പക്ഷെ ഇതൊന്നും നിന്നിൽ പുറത്തു വന്നില്ല. നിനക്കൊരു സാലറി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബേസിക് നിനക്കറിയാം. നീ ആ ഒറ്റ അറിവിൽ 7 വർഷം ജോലി ചെയ്തു. മറ്റവൻ 2 വർഷമേ അവൻ എക്സ്പീരിയൻസ് ഉള്ളൂ, പക്ഷെ 2 വർഷത്തിൻ്റെ തികഞ്ഞ വളർച്ച അവനുണ്ട്. അവനെ 1 വർഷത്തിൻ്റെ അറിവിനകത്ത് അവൻ നിന്നില്ല. അവൻ അടുത്ത വർഷവും ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് അവൻ ചിന്തിച്ചു. അവൻ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചിന്തിച്ചു. ആ കമ്പനിക്ക് എങ്ങനെ സംഭാവന കൊടുക്കാമെന്ന് അവൻ ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ ആ കമ്പനി വിലമതിച്ചത് 1 വർഷത്തെ അനുഭവത്തിൽ 7 വർഷം ജോലി ചെയ്തതല്ല, 2 വർഷം ജോലി ചെയ്തതിൽ തികച്ച് ആ കമ്പനിക്ക് വേണ്ടി നിന്നതാണ്. ഒരു കമ്പനി ഇതാ നോക്കുന്നെങ്കിൽ രക്തം തന്ന സ്വർഗത്തിലെ അരുമ തമ്പുരാൻ, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവ്, നമ്മെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നൽകുന്ന റിസോഴ്സുകൾ അനുഭവിച്ച് ഞാൻ ജീവിക്കുന്നു എന്നതല്ല വിഷയം. മറിച്ച് ദൈവത്തിന് വേണ്ടി എത്രത്തോളം വളർച്ച എനിക്ക് സംഭവിക്കുന്നുണ്ട്.
ആത്മീയ ജീവിതത്തിനകത്ത് എത്രത്തോളം വളർച്ച എനിക്ക് സംഭവിക്കുന്നുണ്ട്, കർത്താവിനുള്ള ബന്ധത്തിൽ എനിക്ക് എത്രത്തോളം വളരുവാൻ പറ്റുന്നുണ്ട്, ദൈവഹിതത്തിനകത്ത് എത്രത്തോളം എനിക്ക് ഉയരാൻ കഴിയുന്നുണ്ട്, ആത്മീയ പക്വത എനിക്ക് എത്രത്തോളം ആർജിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, ദൈവഹിതത്തെയും അപ്പൻ്റെ മനസ്സിനെയും എനിക്ക് എത്ര ഹൃദ്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രിയരെ, റിസോഴ്സ് എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ പ്രയോജനമില്ലാത്തവരായി ജീവിക്കുക. ജീസസ് യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിനകത്ത് ഒരു ചോദ്യമുണ്ട്. ദൈവം ഒരു മുന്തിരിവള്ളിയെ പറ്റി പറയുക. ഈ മുന്തിരിവള്ളി എന്ത് ചെയ്തു? നട്ടു, ഇത് നനച്ചു, വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം കായ്ച്ചതെന്താ? കാട്ടുമുന്തിരിയ. കർത്താവ് ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണ് ഇനി അതിന് ചെയ്യേണ്ടത്? പക്ഷെ ഫലം എന്താ വന്നത്? കാട്ടുമുന്തിരിയ. ശരിക്കും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള നന്മയല്ലേ അവർ അനുഭവിച്ചത് മൊത്തം? ദൈവമല്ലേ അവരെ പരിപാലിച്ചത് മൊത്തം? അവിടെ ചക്ക് നാട്ടിയൊരു ദൈവമല്ലേ? കാവൽ ഏർപ്പെടുത്തിയൊരു ദൈവമല്ലേ? ചുറ്റുമുള്ള സംരക്ഷണം കൊടുത്തൊരു ദൈവമല്ലേ? ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രാർത്ഥനയും. ഈ പ്രാർത്ഥന മുഴുവൻ ദൈവം ചെയ്തു കൊടുത്തു. പക്ഷെ അവസാനത്തെ ഫലം കൊയ്തെടുത്തപ്പം ഈ പറഞ്ഞതിനൊന്നും പ്രയോജനമുള്ള ഒന്നും അതിനകത്ത് വെളിപ്പെട്ടില്ല. മറിച്ച് വന്നത് മൊത്തം എന്താ? കാട്ടുമുന്തിരിങ്ങ. എൻ്റെ പ്രിയരെ, ആത്മജീവിതത്തിനകത്ത് പലപ്പോഴും ദൈവം നോക്കുമ്പം നമ്മിൽ നിന്ന് കാട്ടുമുന്തിരിയല്ലേ പുറപ്പെടുന്നത്? ഞാൻ ചോദിക്കുന്നത്, സ്വർഗം നോക്കുന്നത് എത്രത്തോളം ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, ദൈവ ഇഷ്ടത്തെ മനസ്സിലാക്കി നമുക്ക് എത്രത്തോളം നിൽക്കാൻ പറ്റുന്നുണ്ട്, കർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ദൈവാലോചനയ്ക്ക് നമുക്ക് എത്രത്തോളം വിധേയപ്പെടാൻ പറ്റുന്നുണ്ട്, ദൈവിക പക്വതയ്ക്കകത്ത് നമുക്ക് എത്രത്തോളം വളരാൻ പറ്റുന്നുണ്ട്. ഇത് കഴിയുന്നില്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ഡേഞ്ചറിലാണ്. രാവിലെ ഞാൻ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. നമ്മുടെ മുമ്പിൽ നിന്ന് എഞ്ചിൻ്റെ സൈൻ കാണിച്ച് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്താൽ അവസാനം ഒരു ദിവസം ഈ വണ്ടി നമ്മുടെ മുമ്പിൽ പണി മുടക്കും. വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കൃത്യമായിട്ട് എനിക്ക് വാണിംഗ് തന്നായിരുന്നു, ഡേഞ്ചറിലാണ്. പക്ഷെ ഞാൻ ഡേഞ്ചറിലെന്ന് പറഞ്ഞിട്ടും എനിക്കതിനോട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കതിനോട് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അപകടത്തിലാണ്. ഞാൻ സ്പിരിച്വൽ ലൈഫിൽ ഏറ്റവും ഗൗരവമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയരെ, ദൈവാത്മാവ് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ തരുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിൻ്റെ പക്കലാണ്, അപകടത്തിൻ്റെ വക്കിലാണ്. ദൈവഹിതമായൊരു വളർച്ച നമ്മുടെ അകത്ത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉയരട്ടെ. എനിക്കറിയാം മുന്നറിയിപ്പുകളൊക്കെ നമുക്കിഷ്ടം മറ്റു പലതുവാ. പക്ഷേ ഞാനൊരു കാര്യം ഗൗരവമായിട്ട് പറയാം. സ്പിരിച്വൽ ലൈഫിനെ നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ നമ്മളുടെ നാശം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നാശം നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണേണ്ടി വരും. വചനത്തെ ഏറ്റവും ഗൗരവമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നാശം നമ്മൾ കാണേണ്ടി വരും. ദൈവഹിതത്തിനകത്ത് ചെവി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ തകർച്ച നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. എൻ്റെ പ്രിയരെ, തിരുവിടത്തിനകത്ത് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയും. വചനത്തിൻ്റെ പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ പറ്റും. ഈ തിരുവിടത്ത് നമ്മോട് പങ്കുവെക്കുന്നത് എല്ലാം ഒന്നും എനിക്കിഷ്ടപ്പെടുന്നതല്ല. നമുക്കെപ്പോഴും ഒരു കാര്യമുണ്ട്, എനിക്കിഷ്ടപ്പെടുന്നത് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, കിട്ടണം. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കറിയാം ആ ഒരു നമുക്കിഷ്ടപ്പെടുന്നൊരു 3-4 സാധനം ഉണ്ട്. അത് നമ്മൾ ട്രേഡ് മാർക്കായിട്ട് നമുക്ക് വേണ്ടി മാത്രം വെച്ച്, ട്രേഡ് മാർക്ക് കണ്ടിട്ടില്ലേ? നമ്മുടെ ട്രേഡ് മാർക്കായിട്ട് ചില സാധനം, ഈ 4 സാധനം പറഞ്ഞാൽ പ്രതികരിക്കും. അത് പറഞ്ഞാലേ എനിക്കൊരു സന്തോഷം. അത് പറയുന്ന യോഗം മാത്രമേ എന്തു വരത്തുള്ളൂ, അനുഗ്രഹിക്കപ്പെട്ട യോഗമായി മാറത്തുള്ളൂ. പക്ഷെ ഞാൻ പറയും, ഞാൻ സന്തോഷിക്കുന്ന യോഗത്തേക്കാൾ ഞാൻ മുറിഞ്ഞ യോഗം അനുഗ്രഹിക്കപ്പെട്ട യോഗം. ഞാൻ സന്തോഷിച്ച യോഗത്തെക്കാളും എൻ്റെ അന്തരാത്മാവ് മുറിയുക എന്ന് പറഞ്ഞപ്പം അപ്പം പറയും, പാസ്റ്റേ പുറത്ത് തന്നെ മുറിഞ്ഞ് ആകെപ്പാടെ തകർന്ന ഇതിനകത്ത് കയറി വരുന്നത്, പിന്നെ ഇതിനകത്ത് മുറിക്കുക. ഞാൻ പറഞ്ഞത് ലിറ്ററൽ സെൻസിനകത്ത് മനസ്സിനകത്ത് മുറിവ് വരുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ ആത്മീക മനുഷ്യനകത്ത് മുറിവ് കാരണം ദൈവഹിതത്തിനകത്തേക്ക് നിങ്ങൾ മുറിയപ്പെട്ട് ഇതിനകത്ത് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ വചനം അതിൻ്റെ ഗൗരവ തലങ്ങളിൽ അന്തരാത്മാവിലേക്ക് തുളച്ചു കയറി വചനത്തിൻ്റെ വഴിയിലും അതിൻ്റെ സെൻസിനകത്തും അതിൻ്റെ റിതത്തിനകത്തും നിങ്ങൾ നിൽക്കാൻ തയ്യാറായാൽ ആ വചനത്താൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഹീലിംഗ് സംഭവിക്കും. അങ്ങനെയുള്ള ഹീലിങ്ങുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയാണ് ഞാൻ വന്നതെങ്കിൽ ആ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഈ സാന്നിധ്യത്തിനകത്ത് തന്നെ കാണത്തില്ല. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ മോശ ഒരു കാലഘട്ടത്തിൻ്റെ ഡെലിവറൻസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ അടുത്തൊരു ഘട്ടത്തിനകത്ത് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കത്തില്ല. പക്ഷെ അവൻ പറയും, എനിക്ക് ഒരു കാലഘട്ടത്തിൻ്റെ, എനിക്ക് ആ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന്
ബാധപത്തും കഴിഞ്ഞ് ഈ ചെങ്കടലും കഴിഞ്ഞ് പുറത്തു വരുന്നിട്ട് സാന്നിധ്യം മാറണമെന്നല്ല അവൻ ആഗ്രഹിച്ചത്. ആയുസുള്ള കാലഘട്ടത്തോളം സാന്നിധ്യം എൻ്റെ കൂടെ വേണം. എൻ്റെ പ്രിയരെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് കോംപ്രമൈസ് ചെയ്യാതെ ഓരോ ദിവസവും എനിക്ക് വളരണമെന്ന് അടങ്ങാത്തൊരാഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വളർച്ചയുടെ ഒന്നാമത്തെ പടി. അടങ്ങാത്തൊരാഗ്രഹം നിങ്ങളുടെ അകത്ത് കാണും, നിങ്ങൾക്ക് വളരാനൊരു താല്പര്യം കാണും. എൻ്റെ പ്രിയരെ, സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ അല്ല, ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. ഇതൊരു ഓപ്ഷൻ അല്ല. യെസ്സോ നോയോ പറഞ്ഞ് അല്ലെങ്കിൽ വേണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്നിട്ടും തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഇടുക, വേണം വേണ്ട, വേണ്ട എന്ന് നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. പക്ഷേ ഇതിനങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണോ, ക്രിസ്തുവിനെ സ്വീകരിച്ചൊരു വ്യക്തിയാണോ, നിങ്ങൾ വളർന്നേ പറ്റൂ. നിങ്ങൾ വളർന്നേ പറ്റൂ. കാരണം സ്പിരിച്വൽ ലൈഫിൻ്റെ മുഖമുദ്രയാണ് വളർച്ച എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് വളർച്ച. വളർന്നേ പറ്റൂ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം അവരുടെ കുഞ്ഞു കാലഘട്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ ഫോൾഡറിനകത്ത് നോക്കുമ്പം എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 8.5 വയസ്സുണ്ട്. പക്ഷേ അവളുടെ 2-2.5 വയസ്സുള്ള സമയത്തുള്ള വീഡിയോകളും ഫോട്ടോകളുമൊക്കെ ആ ഫോൾഡറിനകത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എൻ്റെ 8.5 വയസ്സുകാരി തിരിച്ച് 2.5 വയസ്സുകാരിയാകാൻ ഞാൻ ആഗ്രഹിക്കത്തില്ല. 8.5 വയസ്സിൽ അവൾക്ക് വരുന്ന വളർച്ച ഓരോ സമയത്തും വരുന്നതും അവൾ ആ പക്വത ആർജിക്കുന്നതും കാണുമ്പം അപ്പൻ എന്ന നിലയിൽ എൻ്റെ അകത്ത് സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ 2.5 വയസ്സിൻ്റെ കളിചിരി എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചവൾ 2.5 വയസ്സിൽ എത്താൻ ആഗ്രഹിക്കത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവൾ വളരണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ സ്വർഗം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നതിനകത്ത് മറ്റൊരു ഓപ്ഷൻ അതിനകത്തില്ല, നമ്മൾ വളരണം. അതുകൊണ്ട് ലേഖനം പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു അനുരൂപമായി വളരണം. ക്രൈസ്റ്റ് ലൈക്നെസ് നമ്മളിലുണ്ടായിരിക്കണം. ക്രിസ്തു അനുരൂപ്യ സ്വഭാവം നമ്മളിലുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ പോലെയാകുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം തികഞ്ഞവരുടെ ഇടയല്ല ദൈവസഭ. അല്ലല്ല, ദൈവസഭ എല്ലാം തികഞ്ഞവരുടെ ഇടമല്ല, മറിച്ച് തികവിന് വേണ്ടി എന്നെ നയിക്കുന്ന ഇടമാണ് ദൈവസഭ. എല്ലാം തികഞ്ഞെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഇതല്ല, നിങ്ങളുടെ സ്ഥലം സ്വർഗമാണ്. കാരണം എനിക്കൊന്നും അതിനകത്തൊന്നും നേടാനില്ല. ഞാൻ എല്ലാം എന്ത് ചെയ്തു? ചിലരെയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവർ അങ്ങനെ എല്ലാം തികഞ്ഞവരാണെന്ന്. അവർക്കൊരു ചിന്തയുണ്ട്. അത് ശരിക്കും ആത്മീക മരവിപ്പാണ്, ഹൃദയ കാഠിന്യത്തിൻ്റെ ലക്ഷണമാണ്. കാരണം ഞാൻ മരിക്കുന്ന സമയം വരെയും ആത്മീയ ജീവിതത്തിനകത്തുനിന്ന് എനിക്ക് പഠിക്കാൻ ചിലതുണ്ട്. ഏറ്റവും ലാസ്റ്റ് പൗലോസ് പറഞ്ഞൊരു പറയും, ഞാനോ ഇപ്പോൾ പാനീയാഗമായി. അതിന് മുമ്പേയും പുള്ളി പഠിച്ചു. അവിടെ മനസ്സിലായി ഇനിയും എന്ത് ചെയ്യുക, പഠിക്കാനൊന്നുമില്ല, യാഗമൊക്കെ കഴിഞ്ഞു, ഇനി അവസാനം ഈ കഴുത്തലുള്ള വെട്ട് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റും താൻ പറഞ്ഞു, നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഏറ്റവും ലാസ്റ്റും തൻ്റെ ബോധ്യം താൻ പറയുന്നുണ്ട്. ആ ലേഖനം തുടക്ക ഭാഗത്ത് 1-ാം അധ്യായത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് തൻ്റെ അറിവ് താൻ ഉറപ്പിക്കുക, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. തനിക്ക് ഉറപ്പുണ്ട് ആ ഉപനിധി. കർത്താവ് ഉപനിധി എന്നല്ല പറഞ്ഞത്, എൻ്റെ ഉപനിധി. എന്താ എൻ്റെ ഉപനിധി? അവിടുന്ന് എനിക്ക് തന്ന അവിടുത്തെ ദിവ്യ രക്ഷ എന്ന ദിവ്യമായ ഉപനിധി. ആ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. അങ്ങൻ്റെ ഉപനിധി എന്നല്ല ഭാഗം പറയുന്നത്, എൻ്റെ ഉപനിധി, എനിക്കുള്ള ഉപനിധി, എനിക്ക് ലഭിക്കപ്പെട്ട ഉപനിധി. കർത്താവിനോടൊപ്പം ഞാൻ നടന്നപ്പോൾ ആ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ലഭിക്കപ്പെട്ട എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ്. അതുകൊണ്ട് യൂദ പറഞ്ഞു നിർത്തുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധി നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവന്, നമ്മുടെ കർത്താവ് കഴിവുള്ളവൻ, വീഴാതെ നമ്മെ നിർത്താൻ കഴിവുള്ള, ദൈവത്തിൻ്റെ കരങ്ങൾക്കകത്ത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ദൈവപൈതലിന് ഉറപ്പുണ്ട്. ഞാൻ വലഞ്ഞു പോവില്ല, ഞാൻ അലഞ്ഞു പോവില്ല, എന്നെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ജീസസ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ വളർച്ചയില്ലാത്തൊരു മേഖലയില്ല. എൻ്റെ പ്രിയരെ, എത്ര പ്രായമായാലും വളരെ മനസ്സുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ പോയി, എൻ്റെ വള്ളിപ്പാട് വീട്ടിൽ പോയ സമയത്ത് ഞാനൊരു വീട്ടിൽ പോയി. അവിടെ ഒരു 72 വയസ്സുള്ള ഒരു അപ്പച്ചൻ, 72 വയസ്സുണ്ട്. ഇരുന്ന് എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങ് വന്നിരുന്നേന്ന് പറഞ്ഞു. ഈ ഇൻസ്റ്റഗ്രാം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. വയസ്സ് എത്രയുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 72-ാമത്തെ വയസ്സിൽ അപ്പച്ചനെ എന്തറിയണം? നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുക. പുള്ളിക്ക് ഫേസ്ബുക്ക് ഉണ്ട്.
ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ 72-ാമത്തെ വയസ്സിലും പുള്ളിക്ക് പുതുതായിട്ട് എന്ത് പഠിക്കണം? കാരണം ഈ കൊച്ചുമക്കൾ സ്ഥിരം പറയുന്നത് ഇൻസ്റ്റ. അപ്പോൾ അന്ന് തൊട്ട് അപ്പച്ചൻ്റെ മനസ്സിനകത്ത് വലിയൊരു ത്വരയാ, എന്ത് പഠിക്കണം? ഇൻസ്റ്റ. നല്ല ആഗ്രഹമാണ്. ഞാൻ അച്ഛനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, കാണിച്ചു കൊടുത്തു, എങ്ങനെ അച്ഛാ ഇത് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് റീല് വരുന്നതും കാണാം. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗം, 72-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് പഠിക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആത്മീയ ജീവിതത്തിനകത്ത് വളർച്ച വരുമ്പം പഠിക്കാനുള്ള ആഗ്രഹം കുറഞ്ഞു പോയോ? അപകടത്തിലാണ്. വളരുന്നതിനനുസരിച്ച് ആത്മീയ ജീവിതത്തിനകത്ത് ആത്മീക ആഗ്രഹങ്ങൾ കുറഞ്ഞു പോയോ? സ്പിരിച്വൽ തേഴ്സ്റ്റ് കുറഞ്ഞു പോയോ? ആത്മദാഹം കുറഞ്ഞു പോയോ? ആത്മമനുഷ്യന് കൊടുക്കാനുള്ള ദാഹം എൻ്റെ അകത്ത് കുറഞ്ഞു പോയോ? ഡേഞ്ചറില്ല. എൻ്റെ പ്രിയരെ, ഭൗതിക ജീവിതത്തിനകത്ത് കുറച്ച് കഴിയുമ്പം ആഹാരം കുറയ്ക്കുക ചെയ്യുന്നേ. പക്ഷെ ആത്മീക ജീവിതത്തിനകത്ത് പക്വത കൂടുന്നതിനനുസരിച്ച് ആഹാരം കൂടുക ചെയ്യണ്ടേ. ഭൗതിക ജീവിതത്തിൽ നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ റിജോയിച്ചാനെ പോലുള്ളവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കണ്ടെന്ന് വെച്ചാലും കഴിക്കും. കാരണം മനോഹരമായ ബീഫൊക്കെ പുള്ളി ഒരുക്കി മുമ്പ് വെച്ച് കഴിയുമ്പം നമുക്ക് കഴിക്കാൻ എന്ത് ചെയ്യും? കഴിക്കാൻ തോന്നും. പക്ഷേ അപകടമാണെന്ന് നമുക്കും എന്ത് ചെയ്യാം? അപകടമാണെന്ന് നമുക്കും അറിയാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കുറച്ചൊക്കെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഡേഞ്ചറാ എന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് അങ്ങ് കുറയ്ക്കും. ഭൗതിക മനുഷ്യൻ്റെ അളവ് കുറയ്ക്കും. പക്ഷേ സ്പിരിച്വൽ ലൈഫിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇത് കൂടുതൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും തോറും അതിനെ കൂടുതൽ അനുഭവിക്കാനുള്ള കൊതിയും ആഗ്രഹവും, അതിനകത്ത് ഡീപ്ലി ഇറങ്ങാൻ എൻ്റെ അകത്ത് ആഗ്രഹം വർദ്ധിക്കുക. കാരണം എൻ്റെ ആത്മമനുഷ്യൻ ഒരിക്കലും ഇതിനകത്തൊന്നും തൃപ്തമല്ല, ലഭിക്കുന്നതിനകത്തൊന്നും തൃപ്തമല്ല. എനിക്ക് കിട്ടുന്ന വചനത്തിനകത്ത് മാത്രം 1 മണിക്കൂറത്തെ വചനം കൊണ്ട് എൻ്റെ തൃപ്തി തീരുന്നില്ല. അതിനപ്പുറത്ത് ഞാൻ അതിനെ ഇങ്ങനെ ധ്യാനിക്കുക, അതിനെ ഇങ്ങനെ ചിന്തിക്കുക. എൻ്റെ വചനത്തിൽ ഞാൻ പറയും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉറക്കത്തിൽ പോലും തന്നോട് മിനിസ്റ്റർ ചെയ്യും. ഉറപ്പായിട്ടും അവൻ്റെ ഉറക്കത്തിൽ പോലും വേർഡ് അവനോട് മിനിസ്റ്റർ ചെയ്യും. ചിലപ്പോഴൊക്കെ ഞാൻ ലൈഫിനകത്ത് അനുഭവിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി, കോൺഫറൻസുകൾക്ക് വേണ്ടിയൊക്കെ വചനം ഇങ്ങനെ അകത്തിട്ട് ചിന്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് കമൻട്രി നോക്കി ഇതെല്ലാം നടക്കും. പക്ഷെ ദൈവം ബ്ലാസ്റ്റ് ചെയ്യുന്നത് ചില മിഡ് നൈറ്റിലാണ്. പറഞ്ഞാൽ ഉറക്കത്തിൻ്റെയൊക്കെ കിടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചില ദൈവത്തിൻ്റെ വോയിസ് കേട്ട്, ചില വചനത്തിൻ്റെ ആലോചന കേട്ടാൽ നമ്മൾ ചാടി എഴുന്നേക്കുന്നത്. ചിലപ്പം അങ്ങനത്തെ ഒരു ഇരിപ്പിൽ ഒരു 3 മണിക്കൂർ അങ്ങ് ഇരിക്കും. സമയം 1 മണിയാണ് രാത്രി. ഈ 1 മണി തൊട്ട് ചിലപ്പം വെളുപ്പിനെ പറയുമ്പോൾ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കും. ശരിക്കും കഴിഞ്ഞ 3 മാസം കത്താത്ത കാര്യം ആ 3 മണിക്കൂർ കൊണ്ട് കത്തും. എന്ന് പറഞ്ഞാൽ വചനം നമ്മെ തുടർമാനം അങ്ങ് മിനിസ്റ്റർ ചെയ്യുന്നതാ. വചനം നമ്മെ തുടർമാനായിട്ട് അങ്ങ് മിനിസ്റ്റർ ചെയ്യുന്നതാ. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ലൈഫിനകത്ത് അങ്ങോട്ട് മിനിസ്റ്റർ ചെയ്യുന്നതാ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പീസിനാക്കിന് പോയ ആ തലേ രാത്രിയിൽ ഞാൻ ആ ഹോട്ടലിനകത്ത് ശരിക്കും നല്ല ക്ഷീണിച്ച് ട്രാവലൊക്കെ വന്നു കഴിഞ്ഞ് അവിടെ കിടക്കുക. പക്ഷേ അന്ന് രാത്രി കൃത്യം ഞാൻ 12 മണിക്കാണ് കിടന്നത്. 12 മണിക്ക് കിടന്നത്. 1 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. 1 മണിക്ക് എഴുന്നേറ്റു. ദൈവം ഇങ്ങനെ വചനം അന്തരാത്മാവരിങ്ങനെ 3 ആവർത്തി പറഞ്ഞപ്പോൾ ഞാൻ വചനം ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അന്ന് രാത്രി പിന്നെ ഉറങ്ങിയില്ല. കാരണം ആ വചനം ഇങ്ങനെ കത്തി നിന്ന് രാവിലെ പിന്നെ സമയം നോക്കിയപ്പോഴാണ് മനസ്സിലായത് 5:45 മണിയായി. പിന്നെ ഉറങ്ങിയിട്ട് എന്നാ കാര്യം, രാവിലെ മീറ്റിങ്ങിന് കയറണം. 5:45 മണി വരെ. ഞാൻ പറഞ്ഞത്, ഞാൻ അതിന് പുറകിൽ ഏതാണ്ട് ഒരു 9 മാസം ഇതിൻ്റെ പുറകിൽ ഞാൻ ധ്യാനിച്ചായിരുന്നു. 9 മാസം ഈ വിഷയത്തെ അല്ലെങ്കിൽ ആ ദൂതുകളെ മുഴുവൻ ധ്യാനിച്ചു. പക്ഷേ ഇതിൻ്റെ 9 മാസം ധ്യാനിച്ചത് ശരിക്കും ഞാൻ പറഞ്ഞത് അതിനകത്തൊരു 30% ഉള്ളൂ. പക്ഷേ 70% പറഞ്ഞത് ദൈവം ബ്ലാസ്റ്റ് ചെയ്ത് അന്ന് നൈറ്റിനകത്ത് ദൈവം തന്നതാ. അന്ന് നൈറ്റിനകത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ആ ദീർഘമായ പഠനങ്ങളെ ദൈവം, അല്ലെങ്കിൽ ദീർഘമായി അതിനകത്ത് നമ്മൾ കൊടുത്ത വിലയെ ദൈവം മാർക്ക് ചെയ്യുന്നതാ. ഒരു ദിവസം വെറുതെ സുപ്രഭാതത്തിനകത്ത് നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് കർത്താവെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കണം. നമ്മൾ അതിന് മുമ്പിൽ ഗ്രഹിക്കാൻ തയ്യാറാകണം, അതിനെ പഠിക്കാൻ തയ്യാറാകണം, ധ്യാനിക്കാൻ തയ്യാറാകണം. ദൈവ ഇഷ്ടത്തിനകത്ത് കർത്താവെ എന്നോട് പറയണമെന്ന് പറഞ്ഞ് അതിനകത്ത് സമർപ്പിക്കാൻ തയ്യാറാകണം. ഉറപ്പാണ് ദൈവാത്മാവ് ബ്ലാസ്റ്റ് ചെയ്യും. ചില മേഖല ദൈവം ഓപ്പൺ ചെയ്യും. ചില കണ്ണുകളെ ദൈവം തുറക്കും. നമ്മൾ കാണാത്ത മേഖലകൾക്കകത്തൂടെ തിരുവിടത്തിലൂടെ നമ്മളെ ഇറക്കും. നമ്മൾ ദൈവ ഇഷ്ടത്തിനകത്തൂടെ നമ്മളെ സഞ്ചരിപ്പിക്കും. ദൈവിക ആലോചന നമ്മുടെ അന്തരാത്മാവിനകത്ത് പകർന്നു തരും. സ്വർഗത്തിലെ ദൈവം നമ്മെ ഉറപ്പിക്കും. അങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ വളർച്ച നടക്കുന്നത്. ഞാൻ ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. വചനം നമ്മോട് മിനിസ്റ്റർ ചെയ്യുന്ന ബഹുവിധ രീതികളിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഉറക്കത്തിൽ പോലും ദൈവാത്മാവിന് നമ്മോട് എന്ത് ചെയ്യാൻ പറ്റും? ദൈവാത്മാവിനെ നമ്മോട് മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. തുടർമാനം നമ്മോട് സംസാരിക്കാൻ പറ്റും. വചനം നമ്മെ മിനിസ്റ്റർ ചെയ്യുന്ന വ്യത്യസ്ത താലങ്ങളുണ്ട്. വചനം നമ്മെ മിനിസ്റ്റർ ചെയ്യുന്ന വ്യത്യസ്ത താലങ്ങൾ, വ്യത്യസ്ത രീതിയിൽ വചനത്തെ നമ്മോട് മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കേട്ടോ, വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ദൈവം നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയരെ, എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒരു കൊതിയുണ്ട്, എനിക്ക് അങ്ങനെ ഒന്ന് വളരണം,
എനിക്കങ്ങനെ ഇത് വളരണം. ആത്മീക സംതൃപ്തികളൊക്കെ വിടന്നേ. രാവിലെ ഞാൻ പറഞ്ഞു, ആത്മീക സംതൃപ്തികളൊക്കെ വിട്. ഇത്രയും മതിയെന്നൊക്കെയുള്ള ചിന്താഗതി വിട്. പോരാ. ദൈവം ആഗ്രഹിച്ച സ്റ്റാൻഡേർഡ് നമ്മൾ എത്തിയിട്ടില്ല. ദൈവത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡുണ്ട്. നമുക്കറിയാം ഏത് ദേശത്തെയല്ല ആ ദേശത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഈ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ നാടിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കേരളത്തിൽ നിന്ന് വന്നവർക്കും ഉണ്ട്, ഇല്ലേ? ഒരൊറ്റ വണ്ടി വിടാതെ എല്ലാ വണ്ടിയും ഇടത്തുവശത്തോട് ഓവർടേക്ക് ചെയ്യുന്നൊരു മനുഷ്യനെ ഈ നാട്ടിൽ കൊണ്ട് വണ്ടി കൊടുക്കുക മര്യാദയ്ക്ക് ഓടിക്കും. എന്നാ കാര്യം? ആ നാട്ടിൽ അവിടുത്തെ രീതിയിൽ. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടുത്തെ ഡിസിപ്ലിൻ വെച്ച് നാട്ടിൽ ഓടിക്കാൻ പോയാൽ ഓടിയിട്ട് നടക്കത്തുമില്ല. ഇവിടെയൊക്കെ വന്ന് ഒരു മാസം നിന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ 2-3 ദിവസം ഭയങ്കര മാന്യനാണ്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിന്ന് ഓടിക്കുന്നത്. മുമ്പിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് സ്ലോ ചെയ്തിട്ട് കൈ കാണിക്കാൻ പറയും. ഈ കൈ കാണിക്കുമ്പോൾ പുറകിൽ നിന്ന് ഓണടിച്ച് നമ്മളെ ഒരു പരുവാക്കും. 2 ദിവസം നമ്മളിതൊക്കെ കാണിക്കും. 3-ാം ദിവസം നമുക്ക് മനസ്സിലാക്കി ഇതൊന്നും ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും ഇവിടെ ചിലവാകത്തില്ല. നമ്മളതുകൊണ്ട് നമ്മുടെ പഴയ തലത്തിലോട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളെ പഴയ തലത്തിലോട്ട് എങ്ങനെയാണോ പണ്ട് ഓടിച്ചത് അതേ ലെവലിൽ പോകും. ഈ ഓണടിക്കുക എന്നത് നമ്മുടെ നാട്ടിലൊരു വികാരമാണ്. വണ്ടിക്കകത്ത് കയറി ഓണടിക്കണമെന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് എന്താ? അതെ, ഒരു 2 ഓണ് വെറുതെ അടിച്ചില്ലെങ്കിൽ ഒരു സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഇവിടെ വന്നിട്ട് ആ ഓണടിച്ച് തകർത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓണടിക്കത്തില്ലല്ലോ. എന്നടിക്കാത്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഡിസിപ്ലിൻ ഫോം ആകുന്നത്. ഓരോ നാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ നാടിൻ്റെ ഡിസിപ്ലിനുണ്ട്, ആ നാടിൻ്റെ സ്വഭാവമുണ്ട്, ആ നാടിൻ്റെ നേച്ചറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു നാടിൻ്റെ നേച്ചർ, കേരളത്തിൽ ഒരു നേച്ചറിൽ നിന്ന് ഈ നാടിൻ്റെ നേച്ചറിൽ വന്ന നമ്മളെ മുഴുവൻ മാറ്റിമറിക്കാൻ ഇവിടുത്തെ ഡിസിപ്ലിന് കഴിഞ്ഞെങ്കിൽ, ആ മേഖലയിൽ കഴിഞ്ഞെങ്കിൽ, നമ്മൾ മാറിയതൊന്നുമല്ല, നിയമം നമ്മളെ മാറ്റിയതാണ്. നിയമത്തെ പേടിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാറി. നമ്മൾക്ക് മര്യാദയുണ്ടായെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിനകത്ത് നിൽക്കുന്നവർക്ക് എത്രയധികം മാറ്റം വരേണ്ടി വരും? ഒരു രാജ്യത്തിൻ്റെ നിയമത്തിനകത്ത് നിൽക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ മാറ്റം വരുമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ നിയമത്തിനകത്തും ദൈവ ഇഷ്ടത്തിനകത്തും നിൽക്കുന്ന ഒരുവനിൽ ദൈവരാജ്യ സംബന്ധിയായ സ്വഭാവ വളർച്ചയും ദൈവ നിയമത്തിൻ്റെ വളർച്ചയും അവൻ്റെ അകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആ ദൈവരാജ്യത്തിൻ്റെ വളർച്ച എൻ്റെ അകത്ത് വെളിപ്പെടുന്നില്ലെങ്കിൽ ആത്മീക വളർച്ചയെ ഞാൻ പുറകോട്ടാ. ജീസസ്, എൻ്റെ പ്രിയരെ, ദൈവരാജ്യത്തിൻ്റെ നേച്ചർ നമ്മൾ വെളിപ്പെടണം. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണം. ദൈവരാജ്യത്തിൻ്റെ തനിമ നമ്മളിൽ വെളിപ്പെടണം. എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാൽ പറയണം, ഇവൻ ജീവിക്കുന്നത് ഈ ലോകത്താണ്, പക്ഷെ ഇവന് വ്യാപരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഇവന് വ്യാപരിക്കുന്നൊരു ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പളുണ്ട്. ഇവൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമുണ്ട്. ജീസസ്, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം നമ്മുടെ ലൈഫിനകത്തോട് വെളിപ്പെടട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ ഒത്തിരി വിഷയമായിട്ടൊക്കെയാണ് വന്നത്, പക്ഷെ ഒരു നിമിഷം ആ വിഷയം ഒന്ന് മാറ്റി വെച്ചിട്ട് പറയാം, കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്നിലൊന്ന് വളരട്ടെ. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്നിലകത്തൊന്ന് വളരട്ടെ. ഈ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വളർന്നു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ എല്ലാ അധികാരവും അതിനകത്ത് വെളിപ്പെടും. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നിടത്ത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവരാജ്യത്തിൻ്റെ മഹത്വം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നിടത്ത് ദൈവത്താൽ എന്തൊക്കെ കഴിയുമോ അത് മുഴുവൻ ആ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരുവന്റെ ജീവിതത്തിലും വെളിപ്പെടുമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്നിൽ വളരുവാനിടയാകട്ടെ. ആത്മീക വളർച്ച അത്യാവശ്യമാണ്. ഇനിയും ഇതിനു വേണ്ടി ഞാൻ എന്തു ചെയ്യണം? ഞാൻ നിങ്ങളെ 2 പത്രോസിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുക. 1-ാം അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 2 പത്രോസ് 1-ന്റെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് പറയുന്നുണ്ട്. എല്ലാവരും ബൈബിളൊക്കെ അടച്ചു വെച്ച് വളരെ വിശ്രമമായി പോയി. ഞാനങ്ങനെ അധികം വായിപ്പിക്കാറില്ല, എന്നാലും വായിച്ചു, ഇടയ്ക്ക് ഉറങ്ങാതിരിക്കാനാ. അടുത്തത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. എന്താ തിരുവെടുത്ത് പറയുന്നേ? നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. എന്തിനാ കഴിക്കേണ്ടത്? നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുവാൻ. താഴെ പറയുന്ന 8 കൂട്ടം കാര്യങ്ങളിൽ വളർച്ച സംഭവിക്കാൻ നിങ്ങളെല്ലാ ഉത്സാഹവും കഴിക്കണമെന്ന്. ആത്മീയ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മിൽ വളർച്ച നടക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിക്കണം. നമ്മളിവിടെ വായിച്ച വാക്യത്തിനകത്ത് 2 വിധമായ ഗ്രോത്തിനെ പറ്റിയാണ് കാണുന്നത്.
ഒന്നാമത്തെ ഗ്രോത്ത്, വി ആർ ടു ഗ്രോ ഇൻ ഗ്രേസ്, കൃപയിൽ വളരണം. 2, വി ആർ ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിനകത്ത് നമ്മൾ വളരണം. എന്താണ് ഈ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്? വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹത്തിൽ തീരുന്ന 8 കൂട്ടം കാര്യങ്ങൾ പത്രോസ് പറഞ്ഞിട്ട് പറയുക, ഈ 8 കൂട്ടം കാര്യങ്ങളിലുള്ള വളർച്ചയാണ് യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനം അടയാളപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള പരിജ്ഞാനം എൻ്റെ അകത്ത് വളരുന്നുവെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ വളരും, ഞാൻ വീര്യത്തിൽ വളരും, ഞാൻ പരിജ്ഞാനത്തിൽ വളരും, ഇന്ദ്രിജയം എൻ്റെ അകത്തുണ്ടാകും, സ്ഥിരതയുണ്ടാകും, ഭക്തി ഉണ്ടാകും, സഹോദരപ്രീതി ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം എൻ്റെ ഉള്ളിൽ വളർച്ച സംഭവിച്ചാൽ, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഒറ്റ ദിവസം കൊണ്ട് സ്നേഹ സമ്പൂർണ്ണനാകാൻ പറ്റുമോ? അത് ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യമാണ്. അവിടെ നിന്നാണ് സ്നേഹ സമ്പൂർണ്ണനായ ദൈവം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സ്നേഹത്തെ തികഞ്ഞു വരാൻ പറ്റുമോ? ഇല്ല. ചില നേരത്തൊക്കെ നമ്മുടെ സ്നേഹം സ്വാർത്ഥമായിട്ടുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഇന്ദ്രിജയത്തിൻ്റെ ടോപ്പിലെത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ എത്രയോ തോറ്റുപോയി, എന്നും തോറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ലൈസൻസ് ആകണ്ട. നമ്മൾ പലപ്പോഴും മിക്കപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എല്ലാ ദിവസവും നമ്മളിടുന്നൊരു റെക്കോർഡുണ്ട്. അത് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ്, കർത്താവ് ഇന്ന് പകൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ, ഈ അറിയാതെ വരുന്നത് കുറവാട്ടോ, അറിയാതെ അങ്ങനെ വരത്തില്ല, കൂടുതലും അറിഞ്ഞുകൊണ്ട് തന്നെ വന്നേ. പിന്നെ ഇത് പണ്ട് തൊട്ടേ നമ്മൾ കൈമാറി കിട്ടിയ ഒരു റെക്കോർഡിങ്. അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് എന്ത് ചെയ്യും? ഈ സാധനം ഇടും. അറിഞ്ഞോ അറിയാതെയും ചെയ്തു വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും. ഇതിനകത്ത് ഒരാത്മാർത്ഥതയില്ല, ഒരാത്മത്തില്ല. ആത്മാർത്ഥതയുണ്ടോ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കർത്താവിന് മുമ്പിൽ നിരപ്പ് പ്രാപിക്കാൻ പറ്റും. നാളെ അത് ആവർത്തിക്കാതിരിക്കാൻ കൃപ ചോദിക്കാൻ പറ്റും. എന്നുമെന്നും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിട്ട് എല്ലാ ദിവസവും ഒരേ പല്ലവി പറഞ്ഞാൽ ആ ഗ്രോത്ത് നടക്കുന്നില്ലെന്ന് അർത്ഥം. എല്ലാ ദിവസവും ഒറ്റക്കാര്യത്തിനകത്ത് തന്നെ തോക്കും, എന്നും അതിനകത്ത് തന്നെ തോക്കും. എല്ലാ ദിവസവും വൈകിട്ട് ഇതേ റെക്കോർഡിങ് തന്നെ എന്ത് ചെയ്യും? പറയും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വളർച്ചയ്ക്ക് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ഒരേ പാപത്തിനകത്ത്, ഒരേ തിന്മയ്ക്കകത്ത്, ഒരേ വികാരത്തിനകത്ത്, ഒരേ വിചാരത്തിനകത്ത്, ഒരേ ദൈവഹിതത്തിന് വെളിയിലുള്ളതിനകത്ത് നിരന്തരം തോൽക്കുകയും എന്നുമെന്നും ഒരേ കാര്യങ്ങൾ പറയുകയും ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ ജയിക്കുന്നില്ല, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല. തിരുവെടുത്ത് പറയുന്നത് തോൽക്കാനല്ല, തിരുവെടുത്ത് പറയുന്നത് കോൺകർ ചെയ്യാനാ. ആത്മീക വളർച്ചയുടെ തെളിവ് ഞാൻ പിടിച്ചടക്കാൻ തുടങ്ങും. എൻ്റെ ജഡത്തിൽ എന്നെ ബാധിക്കുന്നതിനെ പിടിച്ചടക്കും, എൻ്റെ ചിന്തകൾ എന്നെ ബാധിക്കുന്നതിനെ പിടിച്ചടക്കും. ദൈവ ഇഷ്ടത്തിന് വിരോധമായി എന്നിൽ പൊങ്ങുന്ന ഉയർച്ചകളെ ഞാൻ പിടിച്ചടക്കും. ദൈവഹിതത്തിന് വിരോധമായി ഉയരുന്ന ശക്തികളെ ഞാൻ പിടിച്ചടക്കും. ദൈവ ഇഷ്ടത്തിൻ്റെ വെളിയിൽ എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന പലതിനെ ഞാൻ പിടിച്ചടക്കും. ഏറ്റവും കൂടുതൽ പാപം തുടങ്ങുന്ന ചിന്തകൾക്കകത്താണ്. കാരണം ഈ ചിന്തകൾക്കകത്ത് വ്യാപരിക്കുന്ന ഏറ്റവും വലിയ പവർ ദേഹിയുടെ പവറാണ്. ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ദേഹിക്കകത്തായിരുന്നു, അല്ലേ? ദേഹിയായിരുന്നു നമ്മുടെ തീരുമാനം മുഴുവൻ എടുപ്പിക്കുന്നത്. ദേഹത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ. ആവശ്യങ്ങളുടെ ബഹുവിധ വർണ്ണങ്ങൾ തരുന്നത് ദേഹിയാണ്. കുറേ കഴിയുമ്പം ഈ ദേഹം പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കാൻ പോകുമ്പം എൻ്റെ ദേഹം എന്നോട് പറയും, ഇച്ചിരി വെള്ളം കിട്ടിയാൽ. അത് ദേഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം എന്താ? വെള്ളം ദേഹത്തിന് വേണം. അപ്പം പക്ഷെ ദേഹിയാണ് എന്നോട് പറയുന്നത് എന്ത് കുടിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിനൊത്തിരി ചിന്ത വന്നത്, അയ്യോ ഇത് പോരാ, ഇച്ചിരി ചൂടുള്ളത് എന്തെങ്കിലും, ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയാൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബഹുവിധ സാധനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് എന്ത് ചെയ്യും? തീരുമാനമെടുപ്പിക്കാൻ ഓപ്ഷൻ കൊണ്ട് തന്നത് ദേഹിയാണ്. എനിക്ക് വെള്ളം മതി, ഇതിനിപ്പം പൈനാപ്പിൾ ജ്യൂസ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ല ശുദ്ധമായ വെള്ളം അങ്ങോട്ട് കൊടുത്താൽ അത് തൃപ്തനാ, എൻ്റെ ബോഡി തൃപ്തനാ. പക്ഷെ എൻ്റെ ദേഹിക്ക് ചിലപ്പോൾ അങ്ങോട്ട് സാധാ വെള്ളം ദഹിക്കത്തില്ല. എനിക്ക് ചിലപ്പം ചായ വേണം, എനിക്ക് ചിലപ്പോൾ കാപ്പി വേണം, എനിക്ക് ചിലപ്പോൾ കുലിക്ക് സർബത്ത് വേണം. ഇതൊക്കെ എൻ്റെ ദേഹി എന്നോട് പറഞ്ഞത്, നിനക്കിതൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് ഐഡിയ. നമ്മൾ ഈ ചലിച്ചത് മൊത്തം എന്തിലായിരുന്നു? മനോവികാരങ്ങൾ, മനോചിന്തകൾ, പലവിധ കാര്യങ്ങൾ. ഇത് മുഴുവൻ നമ്മുടെ ശരീരത്തിന്മേൽ അടിച്ചേൽപ്പിച്ചത് പാപത്തിൻ്റെ ലാഞ്ചനകളിലേക്ക്, നമ്മളെ ഒരു മിസ്റ്റിക് വേൾഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ ദേഹിയായിരുന്നു. ഇതിൻ്റെ നിയന്ത്രണത്തിനകത്തും ഇതിൻ്റെ കെട്ടിനകത്തുമാണ് നമ്മൾ കിടന്നേ. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സംഭവിച്ചൊരു കാര്യം, കാൽവരി മുഖാന്തരം സംഭവിച്ചൊരു കാര്യം, അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറിയപ്പോൾ നമുക്ക് സംഭവിച്ചൊരു കാര്യം, ദേഹിയുടെ കെട്ടിനകത്തുനിന്ന് നമ്മൾ പുറത്തു വന്നു. അവിടുന്ന് കാൽവറിയിൽ മരിച്ചപ്പോൾ സംഭവിച്ചത്, ഇനിമേ ഞാൻ ദേഹിയുടെ കെട്ടിനകത്തല്ല, ഞാൻ ഇനി അനുസരിക്കുന്നത് ആത്മാവിനെയാണ്. അവിടുത്തെ ദിവ്യ ആത്മാവിനെ എൻ്റെ അകത്ത് തന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു.
നമ്മുടെ അകത്ത് വസിക്കുന്ന ഒരു ആത്മാവിനെ തന്നിട്ട് ഇനിമേൽ നമ്മൾ ദേഹിയുടെ കെട്ടിനകത്തല്ല, ഇനിമേൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവാണ്. ദേഹി എന്നോട് പറഞ്ഞു തന്നത്, ദേഹി എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞു തന്നത്, എന്നിൽ കൊണ്ടുവന്ന് സൃഷ്ടിച്ച ഭാവന ലോകങ്ങൾ ഇത് മുഴുവൻ തകർന്നു പോയത് എങ്ങനെയെന്നറിയുമോ? എന്നിൽ ആത്മാവ് വന്ന് ആത്മാവിനെ ചലിക്കപ്പെട്ട്, ആത്മാവിനെ നടക്കപ്പെട്ട്, ആത്മാവിനെ ജീവിക്കപ്പെട്ട്, ആത്മാവിനെ ജയിക്കപ്പെട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിനകത്ത് കൊണ്ടുവന്ന ഭാവന ലോകങ്ങൾ, എൻ്റെ മനസ്സിനകത്ത് കൊണ്ടുവന്ന വികാര വിചാരങ്ങൾ, ഇതിനെ മുഴുവൻ ജയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്നിൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ പവറിലാണെങ്കിൽ ഇന്ന് രാത്രി ദേഹിയുടെ കെട്ടിനകത്ത് ഇന്നും കിടന്ന് വല്ലാതെ ഉടലുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന് മുമ്പ് സമർപ്പിച്ചിട്ട് വരാ, ആത്മാവിന്റെ നിയന്ത്രണത്തിനകത്തേക്ക് വരണം. ദൈവസഭയ്ക്കകത്ത് ഇപ്പോഴും ദേഹിയുടെ നിയന്ത്രണത്തിനകത്ത് മസ്തിഷ്കത്തിന്റെ ചലനത്തിനകത്ത് ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ആത്മാവിന് വിധേയപ്പെട്ട് കൊടുക്കാതെ എല്ലാം ബുദ്ധി കാണുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. അതിന് പറഞ്ഞു പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുവാൻ അതവന് ഭോഷത്വമാണ്. അപ്പം പ്രാകൃതന് ശരിക്കും അതിൻ്റെ ലിറ്ററൽ മീനിങ് ഞാൻ നോക്കിയപ്പം അതവന് മനസ്സിലാകത്തില്ലെന്നാ. ഒരു കാര്യം അറിയത്തില്ല, അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ അറിവില്ലായ്മയെ ന്യായീകരിക്കാൻ നമ്മൾ പറയും ഇല്ലെന്ന് പറയും. സത്യം പറഞ്ഞാൽ അതില്ലാഞ്ഞിട്ടല്ല, എനിക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം എനിക്ക് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ അതെനിക്കൊരു കുറവായിട്ട് തോന്നത്തില്ലേ? അതുകൊണ്ട് ഞാൻ പറയാം അങ്ങനൊരു കാര്യം എളുപ്പമല്ലേ. പണ്ട് ഇംഗ്ലീഷൊന്നും വ്യാപകമായിട്ട് പ്രചാരപ്പെടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് ആ നാട്ടിൽ ഇംഗ്ലീഷിനെ മുഴുവൻ വിദ്വാൻ ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷിൻ്റെ രാജാവെന്ന് ആ നാട്ടിൽ പറഞ്ഞിരിക്കുന്നൊരു പുള്ളിയാണ്. പുള്ളി ഇടയ്ക്കും കണ്ട് ഒരു 2-3 മാസം പുറത്തെവിടെയോ പോയതാണ്. പുള്ളി പറയും എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എല്ലാ ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് അറിയാം. അങ്ങനെ ഇരിക്കുമ്പം ഒരു കൊച്ചൻ അവനൊരു ആപ്ലിക്കേഷൻ കൊടുത്ത എവിടെയോ, ഇവനൊരു കത്ത് വന്നത് ഇംഗ്ലീഷിലാണ്. ഈ കൊടുത്തവനും അറിയത്തില്ല ശരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. ഇത് ആകെപ്പാടെ ഇത് വായിക്കാൻ അറിയാവുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ അടുക്കെ കൊണ്ടുപോയി പുള്ളിയെ നോക്കിയിട്ട് പറയും മോനെ ഇതൊന്നുമില്ല, ഇത് ഒരു ജസ്റ്റ് പ്രൊമോഷൻ സാധനം ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല, ഇത് വെറുതെ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ കൊച്ചന് ഈ മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് ഒരു തൃപ്തിയില്ല. മറ്റ് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ഒരാടുക്കെ കൊണ്ടുവന്നിട്ട് ഈ സാധനം കാണിച്ചു. അന്നേരം പറഞ്ഞു മോനെ ആ കമ്പനി നിന്നെ ആ കമ്പനിയിലോട്ട് തിരഞ്ഞെടുത്തു, 26-ാം തീയതിക്ക് മുമ്പേ നീ ജോയിൻ ചെയ്യണമെന്നാണ് ഈ കത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന്. അപ്പം അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്നെ പറയാൻ, എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെ അറിയത്തില്ലെന്ന് എങ്ങനെ പറയുന്നതെന്ന്. അപ്പം ആ എഴുതിയ ലാംഗ്വേജ് പുള്ളിക്ക് എന്ത് ചെയ്തില്ല, പുള്ളിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു അതിനകത്ത് ഒന്നുമില്ല. പലപ്പോഴും നമ്മളിതാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയാത്ത പലതും നമ്മൾ പറയും ഇല്ലെന്ന് പറയുന്നതാണ് നല്ലത്. എനിക്കറിയത്തില്ല കർത്താവ്, എനിക്ക് അത്രയും പരിജ്ഞാനം വന്നിട്ടില്ല, നീ എന്നെ ആ പരിജ്ഞാനത്തിനകത്തേക്കൊന്ന് കൊണ്ടുപോകണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കുറേയും കൂടെ നല്ലതാണ്. അടച്ചതിനോട് നോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാ കർത്താവെ അത് കാണാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ കണ്ണ് നീ ഒന്ന് തുറക്കണേന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ബുദ്ധിക്ക് തിരിയാത്തത്, എൻ്റെ കണ്ണിന് കാണാത്തത്, എൻ്റെ യുക്തിക്ക് മനസ്സിലാക്കാത്തതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സ്ഥാപിച്ച് നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനം വാങ്ങിക്കാൻ, നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള അടി വാങ്ങിക്കാൻ നമ്മൾ പോകരുത്. നമ്മൾ ബെറ്റർ പറഞ്ഞാൽ മതി കർത്താവെ ഈ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണും തുറന്നാൽ മതി, എൻ്റെ കണ്ണം തുറന്നാൽ മതി. ഞാൻ പറഞ്ഞത് പ്രിയരെ, നമ്മൾക്കില്ലാത്തത് ഒന്നും ആ അനുഭവം ഇല്ലാതിരിക്കത്തില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിലുള്ള വളർച്ചയ്ക്ക് അനുബന്ധമായി ദൈവം ഓരോന്നും കൃത്യമായിട്ട് വിഭജിച്ച് തരുന്ന ദൈവമാണ്. അതതിൻ്റെ വേണ്ടുന്ന വളർച്ചകൾ നമ്മൾ സംഭവിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആ വളർച്ചയ്ക്ക് വേണ്ടി അതൊക്കെ എൻ്റെ ലൈഫിനകത്ത് ഒരുക്കി തരണം, വളർച്ചയ്ക്ക് വേണ്ടി ഇതൊക്കെ എൻ്റെ ലൈഫിനകത്ത് ഒരുക്കി തരണം. ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയല്ല, എൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നതൊക്കെ എൻ്റെ ലൈഫിനകത്ത് ദൈവം തരണമേ. അതിനങ്ങളുടെ ആത്മാവിനാൽ എന്നെ ഒരുക്കണമേ, അതിനങ്ങളുടെ ഇഷ്ടത്താൽ എന്നെ വളർത്തണമേ, അതിന് ദൈവിക പദ്ധതിയാൽ എന്നെ ഒരുക്കിയെടുക്കണമേ, ദൈവിക ആലോചനയാൽ എന്നെ നടത്തണമേ, ദൈവഹിതത്തിൻ്റെ പൂർണ്ണത ഞാൻ പ്രാപിക്കാൻ എന്നെ ഒരുക്കിയെടുക്കണമെന്നുള്ള കൊതി നമ്മുടെ അകത്ത് വന്നിട്ട് പറ, കർത്താവേ അങ്ങ് വളരാൻ എന്നെ സഹായിക്കണേ. ജീസസ് ഇവിടെ പറയുക, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കത്തില്ല. അപ്പോൾ ഈ 8 കൂട്ടം കാര്യത്തിനകത്ത് നിങ്ങൾക്ക് വളർച്ചയില്ലെങ്കിൽ നിങ്ങൾ ആരാകും? 2 കാര്യമാണ് പറയുന്നത്. 1, നിങ്ങൾ ഉത്സാഹമില്ലാത്തവരാകും. 2, നിഷ്ഫലന്മാരാകും. ഇത്രയും റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സിനെ കാപ്പാനുള്ള ഉത്സാഹം വരും, ആ റിസോഴ്സിൽ വളരാനുള്ള ഉത്സാഹം വരും. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ജയിക്കാനുള്ള ആവേശം എൻ്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മൾ ഒരു സ്പോർട്സ് ഇവൻറ്റുകളൊക്കെ നോക്ക്, ശരിക്കും വളരാൻ, കരിയറിൽ ഗ്രോത്ത് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അത്ലറ്റും ഏതൊക്കെ മേഖലകൾ ഓരോ ഭാഗത്തും അപ്ഗ്രേഡിങ് വരണോ അത് കൃത്യമായിട്ട് നോക്കും. എവിടെയാണ് തൻ്റെ ഫെയില്യൂർ,
അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചിനകത്ത് ഷോർട്ട് ബോളിൽ സ്ഥിരം പരാജയപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ വീക്ക്നെസ് മാറ്റാൻ അതിൻ്റെ ഈ എക്സ്പെർട്ടുകളോട് ചോദിക്കും. അവരതിനുവേണ്ടി ഒത്തിരി പ്രാക്ടീസ് ചെയ്യും. ആ സെയിം ആ ബോളുകൾ തന്നെ ആവർത്തിച്ച് അവർ നേരിട്ട് അവരെന്ത് ചെയ്യും? എന്തിനാ? ആ വീക്ക്നെസ് അവർ പരിഹരിക്കപ്പെടണം. എന്നാ പറയുക, ഷോർട്ട് ബോൾ മാത്രമല്ലേ എനിക്ക് വിഷയമുള്ളൂ, ബാക്കി എല്ലാത്തിനകത്തും ഞാൻ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീഴ്ത്താൻ ആ ഒറ്റ സാധനം മതി. കറക്റ്റ് അതിനകത്ത് നിങ്ങൾ വീഴും. നമ്മൾ കണ്ടിട്ടില്ല, ചില മാച്ചിനകത്ത് സ്ഥിരം ഷോർട്ട് ബോളിനകത്ത് വീഴുന്ന ആൾക്കാരുണ്ട്, സ്ഥിരം ഷോർട്ട് ബോളിൽ വീഴുന്ന ആളുണ്ട്, ഓഫ് സൈഡ് ട്രിക്കിനകത്ത് സ്ഥിരം കുടുങ്ങുന്ന ആൾക്കാരുണ്ട്. ആളും എടുക്കനാ. അല്ലെങ്കിൽ ഒത്തിരി റെക്കോർഡുകളുണ്ട്, പക്ഷേ സ്ഥിരം ഏതാണ്ട് ഒരു 1.5 വർഷം ഒരു അത്ലറ്റിനെ സ്ഥിരം ഓഫ് സൈഡ് ട്രാക്കിനകത്ത് വീഴ്ത്തുമായിരുന്നു. കൃത്യമായിട്ട് ഓഫ് സൈഡിൽ അല്ലെങ്കിൽ ഔട്ട് സ്വിങ്ങിനകത്ത് കൃത്യമായിട്ട് ആ മനുഷ്യന് വീഴുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ ഈ അത്യാവശ്യം ഈ മേഖലയായിട്ട് എനിക്ക് ഇച്ചിരി ഓടുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾ ഈ ഔട്ട് സ്വിങ്ങും ഇതൊന്നും ചിന്തിക്കേണ്ട. ഇനിയും വിശുദ്ധന്മാർക്ക് പറയാൻ പറ്റാത്തതൊന്നുമല്ല, ഇനി അങ്ങനെ ആരും പറയത്തില്ല. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഷെയർ ചെയ്ത് ഇതായിരുന്നു. അതിന് മുമ്പൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ സമ്മതിക്കായിരുന്നു. മുഴുവൻ എനിക്ക് തോന്നുന്നു മലയാളി എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ് പോയ അതിനുശേഷമുള്ള എല്ലാ ചർച്ചയിലും ഇത് ഞാൻ കേട്ടു. ഞാൻ ഉൾപ്പെടെ ഷെയർ ചെയ്തു. എനിക്ക് ഷെയർ ചെയ്യുന്നത് പണ്ടേ മടിയില്ല. കാരണം ഞാനതിനെ എല്ലാ കാലഘട്ടത്തിനകത്തും ഏറ്റവും പോസിറ്റീവായിട്ട് ആ ഭാഗത്തെ കാണുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിനൊക്കെ എതിരെ നിന്ന ആൾക്കാർ മുഴുവൻ ഇത് ഷെയർ ചെയ്തെന്ന് ഞാൻ കണ്ടു. മുഴുവൻ പേര് എല്ലാ ചർച്ചിലെയും ആസ്ഥാന പ്രസംഗ വിഷയം ജമീമ റോഡ്രിഗസ് ആയിരുന്നു. സത്യമല്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയരെ, എല്ലാത്തിനകത്തും ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സുകൊണ്ട് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഞാൻ അതിനു ശേഷം ഒരു ലേഖനമൊക്കെ എഴുതി വിട്ടായിരുന്നു. ഞാൻ ഇനി ഒരു 1000 വേദി പ്രസംഗിച്ചാലും ഈ 1000 വേദിയിലും കൂടെ ചേർത്ത് ഒരു 2 ലക്ഷം പേര് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം പേര് കാണത്തില്ല. അല്ല, ഒരു 10,000 വേദി പ്രസംഗിച്ചാലും ഒരു 1 കോടി അല്ലെങ്കിൽ 2 കോടിക്ക് മുകളിലോട്ട് ചിലപ്പോൾ ആൾക്കാർ പോയെന്ന് വരത്തില്ല. പക്ഷേ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അവർ സുവിശേഷ പ്രസംഗമൊന്നും നടത്തിയില്ല. പക്ഷേ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോട് പറഞ്ഞ് എൻ്റെ വിശ്വാസം ഇന്നതിലാന്ന്. ഞാൻ പറയും, നല്ലത് നമ്മുടെ തലമുറയൊക്കെ വരട്ടെന്ന്, നമ്മുടെ തലമുറയൊക്കെ മുമ്പോട്ട് വരട്ടെ. ആ വിശ്വാസത്തിനകത്ത് ഏറ്റവും റൂട്ടഡായിട്ട് നിന്നിട്ട് അവർക്ക് കിട്ടുന്നതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ ക്രൈസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ടെസ്റ്റിമണി അല്ലേ? ലൈഫിനകത്തൊരു ടെസ്റ്റിമണി അല്ലേ? ധൈര്യത്തോടെ പറയട്ടെന്ന്. അതിനകത്ത് നമ്മൾ ഈ പരീക്ഷത്തൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് വേണ്ടുന്ന സപ്പോർട്ടുകൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. അവർക്ക് കിട്ടുന്ന സാധ്യതകൾ അവർ ഉപയോഗിക്കട്ടെ, അവർ പ്രയോജനപ്പെട്ട ഏതൊക്കെ മേഖലയിൽ പ്രയോജനപ്പെടാൻ പറ്റുമോ ആ മേഖലകൾ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി നിന്നിട്ട് കർത്താവിനെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി അവർക്ക് ലഭിക്കുന്ന ടാലന്റുകൾ ഏറ്റവും സക്രിയമായിട്ട് അവർ ഉപയോഗിക്കട്ടെ. ജീസസ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സ്ഥിരം തോൽപ്പിക്കപ്പെടുന്ന ചില മേഖലയുണ്ട്. അതിനകത്ത് റെക്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ കാരിയർ തന്നെ പോകാം. ഞാൻ പറഞ്ഞത്, ആത്മീയ ജീവിതത്തിനകത്ത് നമ്മളെ സ്ഥിരം തോൽപ്പിക്കുന്ന ചില മേഖലയുണ്ട്. നമ്മൾ പറയും, കർത്താവേ ആ ഒറ്റ കാര്യം ഒഴികെ ബാക്കി എല്ലാത്തിനകത്തും ഞാൻ റൈറ്റ് ട്രാക്കിലല്ലേ. ആ ഒരു കാര്യം പിശാച് റൈറ്റ്ലി യൂസ് ചെയ്തോളും. നിങ്ങളെ ഒരാളെ വീഴ്ത്താൻ, നിങ്ങളെ ഒരാളെ തോൽപ്പിക്കാൻ, നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ കളയാൻ, നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള അടുപ്പത്തെ കളയാൻ ആ ഒരൊറ്റ കാര്യം മതിയെന്ന് പിശാചിനെ ഏറ്റവും കൃത്യമായിട്ട് തരാം. അതിൻ്റെ ബഹുവിധ സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി തരും. ഒറ്റ ഫ്ലേവറിലല്ല, പല ഫ്ലേവറിൽ ആ സാധനം ഒരുക്കി തരും. നിങ്ങൾക്കറിയാം, ഈ ആ ഒറ്റ മേഖലയിലേ നിങ്ങളുടെ ബലഹീനതയുള്ളൂ. ഡയബറ്റീസ് ഉണ്ട്, പക്ഷേ പഞ്ചസാര മാത്രമാണോ മധുരമുള്ളത്? അല്ലല്ലോ. ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ നല്ല പായസമാണ്, 2 ഗ്ലാസ്. അടുത്ത ദിവസം കല്യാണത്തിന് ചെന്നപ്പം ഒരു 4 കൂട്ടം ഡെസേർട്ട് ഇരിപ്പുണ്ട്, 2 എണ്ണം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിച്ചത് പായസമാണ്, അടുത്ത ദിവസം കഴിച്ചത് മറ്റേ ഡെസേർട്ടാണ്. മറ്റിടത്ത് ചെന്നപ്പം അന്നത് ഐസ്ക്രീമാണ്. അത് കഴിഞ്ഞപ്പം ഇന്ന് റിജോയ് പാഷ് അന്ന പോലെ നല്ല സ്വീറ്റ്സ് മുമ്പിൽ കൊണ്ടുവച്ച് തന്നു. വേണ്ടെന്നൊക്കെ പലവട്ടം ചിന്തിച്ചു. എന്നിട്ട് ഞാൻ 2-3 എടുത്ത് കഴിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ പല ഫ്ലേവറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം വരുന്നത്. ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ആവേശം പിടിച്ചവർക്ക് അതൊന്നും വേണ്ടെന്ന് വെക്കത്തില്ല. ആണോ? വേണ്ടെന്ന് വെക്കോ? ഇല്ല. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരോട് ചോദിച്ച് മധുരം ഇഷ്ടമാണോ എന്ന്. അവർ പറയും അതേ ഇഷ്ടമുള്ളൂ. മധുരം വെറുത്തിട്ടൊന്നുമില്ല, അതേ ഇഷ്ടമുള്ളൂ. പണ്ടൊക്കെ നാട്ടിൽ കല്യാണത്തിന് ഈ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെയായിരുന്നു ഈ ഡെസേർട്ട് വിളമ്പുന്നത്. ഇപ്പം അങ്ങനല്ല, കൗണ്ടറിലാണ്. നമ്മൾ പോയി എന്ത് ചെയ്യണം? ഇത് പറഞ്ഞാൽ വല്ല ഷുഗറുകാർക്കും ഇത് കഴിച്ചിട്ടങ്ങ് വീട്ടിൽ പോകണമെന്ന് തോന്നിയ അവസരമുണ്ട്. ആരെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടോ? ക്യൂ നിന്ന് 2 എണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ട് പറയും 2 പോയിൻറ്റ് കൂടുതൽ എടുത്തോളാവുന്നു. എന്നെ മധുരം വെറുത്തിട്ടാണോ? അല്ല, ആരും മധുരം വെറുത്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും മധുരം ഇഷ്ടമാണ്. എൻ്റെ പപ്പയ്ക്ക് ഷുഗറുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഇല്ല. പക്ഷെ ഞാൻ നാട്ടിൽ ഈ മുട്ടായൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് 10 മുട്ടായി ഉണ്ട്. അതിൽ 8 എണ്ണം എൻ്റെ പപ്പയെ കഴിക്കുന്ന, 2 എണ്ണം എൻ്റെ അമ്മ കഴിക്കത്തുള്ളൂ. കാരണം ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുള്ളെങ്കിൽ എന്താ ഇഷ്ടമുള്ളൂ? ഷുഗർ നല്ല ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്ന ഇന്ന് 2 പോയിൻറ്റ്
2 പോയിന്റ് കൂടുതലെടുക്കുക. അപ്പം ഇതൊന്നും മടുത്തിട്ടില്ല, ഇതൊന്നും വെറുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ബലഹീനത എവിടെയോ അതിൻ്റെ പല രീതിയിലുള്ള സാധനം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ച് നമ്മൾ അതിനോട് തോറ്റുപോകും. പക്ഷെ ജയിക്കേണ്ട ഒരു കാര്യം, ഏതു മേഖലയാണോ ഞാൻ തോക്കുന്നത് ആ മേഖലകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി ജയിക്കത്തില്ല, ബുദ്ധി ജയിക്കാൻ പറ്റത്തില്ല, യുക്തി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തോറ്റുപോകും. ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും നിങ്ങൾ അതിനോട് ഡീൽ ചെയ്യുക. നിങ്ങൾ തോൽപ്പിക്കപ്പെട്ട മേഖലകൾക്കകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളെ തോൽപ്പിച്ചതിനോട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളെ പരാജയപ്പെടുത്തിയതിന് മേൽ നിങ്ങൾക്ക് ജയമെടുക്കാൻ പറ്റും. അതിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുള്ളവരായി മാറും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ തോൽപ്പിച്ച സകലവിധമായ ജഡ അധികാരങ്ങളെയും തോൽപ്പിക്കാൻ ദൈവാത്മാവിൽ ജയം ലഭിക്കപ്പെട്ടവരാ ദൈവമക്കൾ. ഞാൻ ഡയബറ്റീസുകാരുടെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് മധുരം ഇഷ്ടം, പക്ഷെ നമ്മൾ നോക്കിക്കേ, ചില മേഖലകൾ നമ്മൾ ഇന്നലെ ഭയങ്കര ആസ്വദിച്ച ചിലതുണ്ടായിരുന്നു, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്താൽ അത്, പക്ഷെ ഇന്ന് നമുക്കത് അറപ്പാ. അത് പാവമായിരുന്നു, അത് തെറ്റായിരുന്നു, നമ്മളെ കൊണ്ട് പിശാച് അത് ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവ് ജീവിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആസ്വദിച്ചത് പലതും ഇന്ന് എനിക്ക് അറപ്പാ, ഞാൻ ആസ്വദിച്ചത് പലതും ഇന്ന് എനിക്ക് വെറുപ്പാ. പാപത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനകത്ത് ആസ്വദിച്ചത് പലതിനോടും ഇന്ന് വെറുപ്പ് തോന്നുന്നെങ്കിലും അതിനർത്ഥം നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ആത്മാവിനാൽ നിങ്ങൾ ജയമെടുത്തെന്നാ. അങ്ങനെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് എന്നും നമ്മെ തോൽപ്പിച്ച് കളയുന്ന ചിലത്, അത് നമ്മുടെ പരാജയത്തിൻ്റെ മുഖ്യ കാരണമാണ്. അതിനെ റൈറ്റായിട്ട് കണ്ട് അതിന്മേൽ ജയമെടുക്കാൻ ആത്മാവിൻ്റെ സഹായം ചോദിച്ച് ആത്മാവിനെ ജയിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന ജഡമാലിന്യ ജഡശക്തികളുടെ മേൽ നിങ്ങളിൽ പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജയഭേരി സ്വർഗം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ പറ, ആത്മാവിനാൽ എനിക്ക് ജയമെടുക്കണം. തോൽവികളുടെ മേഖലയിൽ നിന്ന്, എന്നെ കീഴ്പ്പെടുത്തുന്ന മേഖലയിൽ നിന്ന്, എന്നെ അടിമപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന്, എന്റെ ആത്മീയ ജീവിതത്തെ ശാശ്വതാകുന്ന മേഖലയിൽ നിന്ന് ചിലതിന് മേൽ ജയമെടുത്ത് എനിക്ക് പുറത്തു വരണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എനിക്ക് ജയം തരണം. ഈ ആത്മാവിനെ ജയപ്പെടും, ആത്മാവിനെ ജയം മുടക്കപ്പെടണം, ജയഭേരി മുടക്കപ്പെടണം. കാരണം കാൽവറിയിൽ എൻ്റെ കർത്താവ് ചെയ്തൊരു കാര്യം ജയഭേരി മുടക്കിയതാ. എന്തിൻ്റെ മേലെ? വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിൻ്റെ ജയം എക്സ്പീരിയൻസ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കുന്ന ജഡവികാരങ്ങൾ, നമ്മളെ തോൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ തോറ്റുപോകുന്ന അവസ്ഥകളുടെ മേൽ ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയഭേരി മുടക്കാൻ, തോൽപ്പിച്ചതിനെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ അധികാരം ലഭിക്കും പ്പെട്ടവർ ഇതിനാകെ പീരിപ്പുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ജയമയക്കും. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ജനത്തിനുമേൽ അങ്ങനെ ഒരു ജയത്തിന്റെ ദൈവകരത്തിന്റെ ഇടപെടൽ ഇന്ന് രാത്രി സംഭവിക്കുക. ജയമെടുക്കുന്ന 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 ജയം നൽകുന്ന ദൈവശക്തിയുടെ വ്യാപാരം രാത്രി ആത്മാവിനകത്ത് ചാലിച്ച് ചിലതിനുമേൽ ജയം കൽപ്പിക്കുക, ചിലതിനുമേൽ ജയം കൽപ്പിക്കുക. തോറ്റുപോയ തളർന്നുപോയ തളർത്തിയിട്ട ചില മേഖലയുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തിനു വേണ്ടി ഇന്ന് രാത്രി ആ ജയം വ്യാപരിക്കുക. അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം, അസാധാരണമായ ദൈവകരത്തിന്റെ വ്യാപാരം. തോൽക്കപ്പെട്ടു പോയ, തകർന്നു പോയ, ഉടഞ്ഞു പോയ ആത്മീക ജീവിതത്തിനകത്ത് പതറിപ്പോയ ചില മേഖലയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം മുഴക്കുന്ന രാത്രിയാകട്ടെ. അസാധാരണമായ ദൈവകരം ചലിക്കുക, അസാധാരണമായ ദൈവകരം ഇന്ന് രാത്രി ഈ ജനത്തിന്മേൽ ചലിക്കുക. ചിലതിനൊക്കെ ആത്മാവ് ദൈവം റിവൈവ് ചെയ്തെടുക്കുക. ചില തോൽപ്പിക്കപ്പെട്ട ചില മേഖലയുടെ മേൽ ഇന്ന് രാത്രി വിശ്വാസത്താൽ ജയമെടുക്കുന്ന ചിലതിന്റെ ആചരങ്ങൾ ദൈവം തുറക്കുക, ശരീരങ്ങളെ ദൈവം ഒരുക്കുക. ചില ജയത്തിന്റെ തുടക്കം തോറ്റുപോയ ചില മേഖലയുടെ മേൽ, വിളിയിൽ നിന്ന് പിന്മാറ്റ ചില മേഖലയുടെ മേൽ ജയം തുടങ്ങുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറുക. ആർബദനം ശദൽ പ്രഭനം ധരകടകൾ ഖനസ്മിയാന ആർബന ശാന്തൽ ഖനാറിയാന്തനാദിയ. ഇത് ജയത്തിന്റെ രാത്രിയാകട്ടെ, ഇത് ജയത്തിന്റെ രാത്രിയാകട്ടെ, ഇത് ദൈവപ്രഭത്തിയുടെ രാത്രിയാകട്ടെ, ഇത് പരിശുദ്ധാത്മ ചലനത്തിന്റെ രാത്രിയാകട്ടെ. ഒരു വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നമ്മെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു വളർച്ച തുടങ്ങുന്ന രാത്രിയാകട്ടെ. ചില മന്ദീഭവിച്ച് കടന്ന ചില മേഖലയുടെ മേൽ ഒരു പുത്തൻ വളർച്ച, ആത്മീയ ജീവിതത്തിനൊരു വളർച്ച, ആത്മീയ ജീവിതത്തിന് ഒരു പുതിയ സ്റ്റെപ്പ് വെക്കുന്ന
ലാധാര ഝാര ദാസ്ബഖാരനിയം ദല പ്രഭാരിയ ആർബല ജനാദര പ്രഭാല ഗഡഗദല രഗസ്മിനാധിയാര ആർബല ജനാദന രഗദഗദ രഗദല ജലസ്പിയാര വാലവ ലാരധാര സധാര ഖസ്ബാലിയ ധര പ്രഭാരിയ ലധര ജല പ്രഭാരി. ആഴമായ ദൈവാത്മാവിന്റെ ഇടപെടൽ ഇന്ന് രാത്രി സംഭവിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആഴമായ ഇടപെടലിലൂടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ജനം ഒരുങ്ങപ്പെടുക. ജീസസ് 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 ഹല്ലേലൂയ. തോൽവിയുടെ മേഖലകളെ തിരിച്ചറിയുമ്പോഴാണ് ജയത്തിലേക്ക് നമ്മൾ കാലുവെക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നു കേട്ടോ, ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ജയം ദൈവം പ്രതീക്ഷിക്കുന്നു, ഒരു ജയം ദൈവം പ്രതീക്ഷിക്കുന്നു. തോൽവിയുടെ ലോകത്ത് നിൽക്കുക അല്ല, ജയത്തിൻ്റെ ലോകത്ത് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് വളർച്ചയുടെ ലക്ഷണമാണ്. ഏതൊരു കാര്യത്തിനകത്തും ഒരു കരിയറിൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ ചില മേഖലകളിൽ നമ്മൾ എടുക്കുന്ന ജയമാണ് ആ ഗ്രോത്തിന് ആധാരം. ആത്മീയ ജീവിതത്തിനകത്തും ചില മേഖലകളിലെ ജയമാണ് ഗ്രോത്തിന് ആധാരം. ക്രിസ്തു മറ്റുള്ള ബന്ധത്തിനകത്ത് നമുക്ക് റൈറ്റ്ലി അറിയാം എന്താണ് നമ്മളെ തോൽപ്പിക്കുന്നതെന്ന്, ഏത് വിഷയത്തിലാണ് നമ്മൾ തോറ്റു പോകുന്നതെന്ന്, ഏതിനാണ് നമ്മൾ അടിമയെന്ന്, ഏത് കാര്യമാണ് നമ്മളെ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നതിന് വിഘ്നമായിട്ട് നിൽക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ നാവാണ്, ചിലപ്പോൾ നമ്മുടെ ചിന്തയാണ്, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ്, ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നതാണ്, ചിലപ്പോൾ നമ്മളിലെ ഭയമാണ്. പല കാരണമുണ്ട്. പക്ഷേ റൈറ്റ്ലി അതിനെ കണ്ടെത്തി ജയമെടുക്കുന്നതിലാണ് ഒരു ദൈവപൈതൻ്റെ വളർച്ച എന്ന് പറയുന്നത്. റൈറ്റ്ലി കണ്ടെത്തി ജയമെടുക്കുക, റൈറ്റ്ലി അതിനെ തിരിച്ചറിയുക. അവിടെയാണ് നിങ്ങളുടെ ജയം തുടങ്ങുന്നത്. ചില ജീവിതങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മുറിവേറ്റ ജീവിതങ്ങളാണ്, മുറിവേറ്റ് കിടക്കുക. ഞാനെപ്പോഴും പറയും, പലപ്പോഴും ദൈവസഭകൾക്കൊക്കെ ഇന്ന് ഡീൽ ചെയ്യപ്പെടേണ്ടത് ദൈവസഭകൾക്കകത്ത് ഇന്നർ ഹീലിങ്ങുകൾ സംഭവിക്കണം. ദൈവസഭകൾക്കകത്ത് ഇന്നർ ഹീലിങ്ങുകൾ നടക്കണം. ജീസസ്. കാരണം മുറിവേറ്റ മനസ്സുകളും മുറിവേറ്റ ഹൃദയങ്ങളും ഇന്ന് ഒത്തിരി വളരുക. ഈ മുറിവ് ഇന്നലെ ഏറ്റ മുറിവൊന്നുമല്ല, കാലങ്ങൾക്ക് മുമ്പേ ഏറ്റ മുറിവ്, ചൈൽഡ്ഹുഡിലേറ്റ മുറിവുകൾ, ചെറുപ്പത്തിലേറ്റ മുറിവുകളാണ്, കുഞ്ഞുകാലത്തേറ്റ മുറിവുകളാണ് ഇപ്പോഴും മനസ്സിൽ മുറിവായിട്ട് കിടക്കുക. കരിയറിൻ്റെ തുടക്കത്തിലേറ്റ മുറിവുകൾ ഇപ്പോഴും മുറിവിനായിട്ട് കിടക്കുക. ആ കരിയറും കഴിഞ്ഞ് റിട്ടയർ ചെയ്തു, പക്ഷേ മുറിവുണങ്ങിയിട്ടില്ല. അകത്ത് ഇപ്പോഴും ഒരു നൊമ്പരായിട്ട് കിടക്കുക. മനുഷ്യനേൽപ്പിച്ച ചില മുറിവുകൾ, അവസരം കിട്ടാതെ ചില ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ, ശാരീരികമായ വൈകല്യം കൊണ്ട് വന്ന മുറിവുകൾ, രോഗം ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ, പെട്ടെന്ന് വന്ന ദുരന്തം മൂലം ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ, പല വിധത്തിലുള്ള മുറിവുകൾ നമ്മുടെ അന്തരാത്മാവിനെ മുറിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ മുറിവുകൾ കൂടുതൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ പറയുക, നമ്മുടെ മനസ്സങ്ങ് വരണ്ടു പോവും, നമ്മുടെ ഉത്സാഹം പോവും, നമ്മുടെ എന്തൂസിയാസം പോവും, നമ്മുടെ ഒരു കാര്യത്തിനു വേണ്ടിയുള്ള ഒരു ലോങ്ങിങ് ഡിസയർ പോവും. നമ്മളിനി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ലൈഫ് ജീവിച്ചാൽ മതിയെന്ന്. നിങ്ങൾ അങ്ങനെയുള്ളവരെ നോക്കുക, അവരുടെ മെൻറ്റാലിറ്റി അതായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ജീവിച്ചു പോവുക, പർപ്പസിനകത്ത് ടച്ച് ചെയ്തിട്ടില്ല. ഓർത്താൽ മതി, എവിടെ മുറിവേറ്റിട്ടുണ്ട്. മുറിവേറ്റത് കൊണ്ട് നിർവഹിക്കപ്പെടാത്തത് പർപ്പസ് നിർവഹിക്കാൻ പറ്റുന്നില്ല, ദൈവിക ഉദ്ദേശത്തിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ ഏൽപ്പിച്ച മുറിവറ മനസ്സിനകത്ത് ഇപ്പോഴും കിടക്കും, തിന്നു വിങ്ങുക, എല്ലാ ദിവസവും വിങ്ങിക്കൊണ്ടിരിക്കുക, വിങ്ങി ജീവിക്കുന്നൊരു ജീവിതം. എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ആയില്ല, പ്രതീക്ഷകൾ ഫുൾഫിൽ ആയില്ല, അന്നേറ്റ മുറിവ. വർഷം 10-25 പക്ഷേ ഇപ്പോഴും അകത്തുനിന്ന് മുറിവ് പോയിട്ടില്ല. ഈ മുറിവിനാണ് എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നത്, ഈ മുറിവിനകത്താണ് എല്ലാ ദിവസവും പാടുന്നത്. ഈ മുറിവും വെച്ചുകൊണ്ടാണ് ആത്മീയ ജീവിതം എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എത്ര നിങ്ങൾ മനസ്സ് തുറന്നാലും അവസാനം നിങ്ങളൊരു പോയിന്റിനകത്ത് വന്ന് നിൽക്കും. എത്ര ഓടിയാലും നിങ്ങൾ അവസാനം ഒരു മതിലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അത് നിങ്ങളുടെ മുറിവാണ്. അതിൻ്റെ വെളിയിലോട്ട് നിങ്ങളെ ചലിപ്പിക്കത്തില്ല, അതിൻ്റെ വെളിയിലോട്ട് നിങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കത്തില്ല. പിശാച് മനസ്സിനകത്ത് അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും അധികം നമ്മുടെ മൈൻഡിനോടാണ് പിശാചിൻ്റെ പോരാട്ടമുള്ളത്. നമ്മുടെ മൈൻഡിനകത്ത് നമ്മളെ അങ്ങ് ഉറപ്പിച്ച് വെച്ചു, നീ അതിനപ്പുറത്തോട്ട് ചലിക്കത്തില്ല, കാരണം ഇന്ന മുറിവ് നിൻ്റെ ലൈഫിനകത്തുണ്ടെന്ന്. ഇവിടെയാണ് ഇന്നർ ഹീലിങ്ങുകൾ സംഭവിക്കേണ്ടത്. ഇന്നർ ഹീലിങ്ങുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറിവേൽപ്പിച്ചിട്ട് നമ്മളെ നോക്കി കുറ്റം ഇരിക്കുന്ന പിശാചിനോട് പറയണം, ഇല്ലെന്ന്, ഇതെൻ്റെ തടസ്സമല്ല, ഇതിനപ്പുറത്ത് ഞാൻ ചലിക്കും, ഇതിനപ്പുറത്ത്. അവിടെയൊക്കെ സങ്കീർത്തനക്കാരൻ്റെ വാക്ക് ഞാൻ ഭയങ്കര പ്രസക്തമായി കാണുന്നത്. അതൊരു ഇന്നർ ഹീലിംഗ് സംഭവിച്ചതിൻ്റെ വാക്കാണ്. നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ലോകം വെച്ച ബാരിയറുകൾ, ആന്തരികമായ മുറിവുകൾ, മനുഷ്യനകത്ത് വെച്ച ബാരിയറുകളെ പൊളിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു പദമുണ്ട്, നിന്നെ ഞാൻ പാടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ചിലതിനെ ഓവർകം ചെയ്യാൻ, ചിലതിനെ ചാടിക്കടക്കാൻ, ചിലതിനെ ഓവർകം ചെയ്യാൻ, ചിലതിൻ്റെ പുറത്ത് കടക്കാൻ, ചില തടവറക്കകത്തുനിന്ന് പുറത്തു കിടക്കാൻ, മനസ്സിൻ്റെ തടവറകൾക്കകത്തുനിന്ന് പുറത്തു വരാൻ, ആത്മീക ജീവിതത്തിൻ്റെ തടവറകൾക്കകത്തുനിന്ന് പുറത്തു വരാൻ.
തീര ജാസ് ബല റദന ഹഡക തനമന ഹഡയ സല തല പ്രബാനിയ തര രാജല സദല പ്രബാനഘടകദസ്യ. ചിലടത്തൊക്കെ ശുശ്രൂഷിച്ച് കഴിയുമ്പം പലരും വന്ന് പറയുമ്പം മറ്റൊരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അവർ പറയുന്നത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്. ഈ മുറിവുകൾ നമ്മുടെ അകത്ത് പെരുകി കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വരുന്ന വാക്ക് പോലും ഫ്രസ്ട്രേഷൻ്റെ വാക്കാവും. ചിലരെ നോക്കിക്കോ, അവർ നെഗറ്റീവ് എപ്പോഴും പറയുന്നത്. ഇവരുടെ ലൈഫിനകത്ത് എവിടെയോ നെഗറ്റീവായി പോയത്. ഇവർ ജനിച്ചപ്പോൾ അങ്ങനെ അല്ല, പക്ഷേ ലൈഫിനകത്ത് വന്ന ഏതോ മുറിവുകൾ അവരുടെ ചിന്തകളെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പം ഒരാളും കാണാത്ത നെഗറ്റീവ് ഒരതിനകത്ത് കാണും. ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ട് കാണും. ഇന്നർ ഹീലിംഗ് സംഭവിക്കേണ്ട കേസാണ്. ഇന്നർ ഹീലിംഗ് സംഭവിക്കേണ്ട കേസാണ്. വിശ്വാസത്തോടെ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ മെറ്റൊന്നും കാണത്തില്ല, പക്ഷേ അതിനകത്തെ ഏറ്റവും നെഗറ്റീവായ 4 കാര്യം ഏതെന്ന് ചോദിച്ചാൽ അവർ അക്കമിട്ട് നിരത്തി പറയും ഇതാണ് 4 കാര്യം. കാരണം അവർ ഒരു കാര്യത്തിൻ്റെ കാണുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. ഏതൊരു കാര്യത്തിൻ്റെയും ഉയർത്തിപ്പിടിച്ചാൽ അവർ അതിനകത്തെ കൃത്യമായിട്ട് നെഗറ്റീവ് മാത്രം കാണും. അതിനകത്ത് നിരാശ മാത്രം എടുത്തു പറയും. അതിനകത്ത് ഭയ ആസ്പെക്റ്റുകൾ അവർ പറയും. കാരണം അവരുടെ ലൈഫ് നയിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സ്പിരിറ്റിലാണ്. ഞാനിതിനെ കാണുന്നത് ഇത് ആ ഏൽപ്പിക്കപ്പെട്ട മുറിവാണ്. പക്ഷേ ഈ മുറിവിനെ മുതലെടുത്തൊരു സ്പിരിറ്റുണ്ട്, മുറിവിനെ മുതലെടുത്തൊരു ഒരു ശക്തിയുണ്ട്, മുറിവിനെ മുതലെടുത്ത ഒരു പൈശാചികാധിപത്യമുണ്ട്. ഇതവരുടെ മനസ്സിനകത്ത് ഭയം വിതച്ചു, തിന്മ വിതച്ചു, നിരാശ വിതച്ചു. ഇതിനപ്പുറത്തോട്ട് ചലിപ്പിക്കത്തില്ല. ആത്മജീവിതത്തിനകത്ത് അവരെ അത്ര ഉയരണമെന്ന് പറഞ്ഞാലും അവരെ ആ ഒരു പോയിന്റിന് വെളിയിൽ അവരെ ചലിപ്പിക്കത്തില്ല. കാരണം ഈ വിഷയത്തിനകത്ത് എന്നാ സംഭവിക്കണമെന്ന് അറിയോ? ഇന്നർ ഹീലിംഗ് നടക്കണം. നിങ്ങളെ മേഖലകളെ പൊട്ടിക്കണം, നിങ്ങളെ മേഖലകളെ പൊട്ടിക്കണം. അത് നിങ്ങളുടെ ലൈഫിനകത്ത് ഭയമാണ്, പൊട്ടിച്ച് പുറത്തു വരണം. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ പണ്ട് ഏൽപ്പിച്ചൊരു മുറിവ് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നതാണെങ്കിൽ നിങ്ങളതിനെ പൊട്ടിക്കണം. ആ മേഖല പൊട്ടിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കത്തുള്ളൂ. ആത്മീക വളർച്ചയുടെ ലക്ഷണം എന്നിൽ വരുത്തിയിരിക്കുന്ന ചില ബാരിയറുകളുടെ അതിൻ്റെ അടിവേരുൾപ്പെടെ തകർത്തെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്താൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്ന ദൈവ ഇഷ്ടത്തിനകത്ത് കാല് വെക്കുന്ന ഒരു തലത്തിൽ ദൈവ പൈതൽ ഉണരുമ്പോൾ അവർക്ക് വേണ്ടി ദൈവകരം ചലിക്കുന്നതെങ്കിൽ എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, എൻ്റെ ആത്മീക ജീവിതത്തിനകത്ത് എൻ്റെ ശരീരങ്ങളുടെ മേൽ ഒരു ഇന്നർ ഹീലിംഗ് സംഭവിക്കണം. ആഴത്തിൽ ഏറ്റിരിക്കുന്ന ചില മുറിവിൻ്റെ, ആഴത്തിൽ ഏറ്റിരിക്കുന്ന ചില ഭയ തലങ്ങൾക്കകത്ത് ഒരു ഇന്നർ ഹീലിംഗ് സംഭവിക്കണമെന്ന് നിങ്ങൾ കൊതിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ചെയ്യാം, ദൈവത്തിന് കഴിയും. നമ്മൾ പലപ്പോഴും പറയും എനിക്ക് അങ്ങനൊന്നും വലിയ ഇന്നർ ഹീലിംഗ് നടക്കേണ്ട കാര്യങ്ങളൊന്നും, അത് തന്നെ ഒരു ഇന്നർ ഹീലിംഗ് നടക്കേണ്ട വിഷയമാണ്. ഏതായി പറയത്തില്ല, എനിക്കങ്ങനെ വലിയ വിഷയമൊന്നും, ഇതും ഹീലിംഗ് നടക്കേണ്ട കാര്യമാണ്. കാരണം എവിടേക്കോ നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ നമ്മളെ അങ്ങ് ട്യൂൺ ചെയ്ത് ഏൽപ്പിച്ചൊരു സാധനം എനിക്ക് വലിയ വിഷയമൊന്നും. അതുകൊണ്ടല്ലേ നോക്കിക്കേ, ആ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നിടത്തും അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും, ഒരു വികാരവും വരത്തില്ല. അവർക്ക് വചനം അവരുടെ അന്തരാത്മാവിനോട് കയറത്തേയില്ല. അവർ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ബോധയുടെയല്ല. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നോക്ക്, അവർ എന്നാ ബിസിനസ്സാണെന്നറിയാം ഇവിടെ. പക്ഷേ ഇതേ മെൻറ്റാലിറ്റിയുള്ള അച്ചായന്മാരുണ്ട്, അമ്മമാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്നതൊന്നും എന്നാ കൃപ, എന്നാ പരിജ്ഞാനം. ഞങ്ങൾക്ക് ആകെപ്പാട് എൻ്റെ പൊന്ന് ഭാഷ ഒരു 2 ബോൾ തന്നാൽ ഞങ്ങൾക്ക് കളിക്കാൻ അറിയാം. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഇതേ അറിവുള്ള ആത്മീക പക്വതയുണ്ടെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ദൈവസാന്നിധ്യത്തെ ഏറ്റവും അലക്ഷ്യമായിട്ട് കാണുന്നവരുണ്ട്. ദൈവസാന്നിധ്യത്തോട് ഒരു വിധേയപ്പെടലുമില്ലാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോഴൊക്കെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. ദൈവസാന്നിധ്യത്തിൽ തന്നെയാണോ എൻ്റെ സഹോദരങ്ങളെ ഇരിക്കുന്നേ? ജീസസ്, ദൈവസാന്നിധ്യത്തിൽ തന്നെ നടക്കേണ്ടതാണോ പലതും നടക്കുന്നേ? എൻ്റെ തോട്ട് അതിനൊപ്പമാണോ പോന്നേ? എൻ്റെ വിചാരം അതിനൊപ്പമാണോ പോന്നേ? ഹീലിംഗ് സംഭവിക്കേണ്ട കേസാണ് കേട്ടോ. ഇന്നർ ഹീലിംഗ് നടക്കാതെ ഫ്രസ്ട്രേറ്റഡ് മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ ചർച്ചിനകത്ത് പെരുകുന്നത് കൊണ്ടാണ് ചർച്ചിനകത്ത് ഫ്രസ്ട്രേഷൻ ആവുന്നേ. ദൈവസഭയുടെ ഫ്രസ്ട്രേഷനുടെ കാരണം ഫ്രസ്ട്രേഷൻ ഹീലാകാത്തവർ സഭയ്ക്കകത്ത് പെരുകുന്നുണ്ടോ? ദൈവസഭയ്ക്കകത്ത് ഇറിറ്റേറ്റഡ് നേച്ചർ വെളിപ്പാകുമ്പോൾ ഓർത്താൽ മതി, അതിനകത്ത് ഒരു ഇറിറ്റേറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ശുശ്രൂഷ ജീവിതത്തിനകത്ത് നമുക്കറിയാം ചില ഇറിറ്റേറ്റിംഗ് സ്പിരിറ്റുകൾ. പിന്നെ ചില നേരത്തെ കർത്താവ് തരുന്ന നിയോഗത്തെ ചിലതൊക്കെ ആ വന്നിരിക്കുന്നിടത്ത് പോയി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. ചിലതിനെ ദൈവം എന്ത് ചെയ്യത്തില്ല, ദൈവം എഴുന്നേൽപ്പിക്കത്തില്ല. ആ ഇറിറ്റേറ്റിംഗ് സ്പിരിറ്റിനെ ദൈവം അവിടെ ശാസിക്കുന്നതുകൊണ്ട് ചിലത് എന്ത് ചെയ്യത്തില്ല, എഴുന്നേക്കത്തില്ല. ഇറിറ്റേറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. ഓർത്താൽ മതി, ഇവരെവിടെയോ മുറിവേറ്റവരാ.
ഈ മുറിവ് മുഴുവൻ പ്രത്യേകിച്ച് ദൈവിക വ്യവസ്ഥിരിക്കാത്ത ദൈവസഭയ്ക്കകത്തോട്ടങ്ങ് തള്ളിക്കൊണ്ട് കയറ്റുക. എൻ്റെ പ്രിയരെ, നമ്മുടെ വ്യക്തിപരമായ മുറിവുകളും അല്ലെങ്കിൽ നമ്മുടെ ഇറിറ്റേഷൻ മുഴുവൻ വെളിപ്പെടുത്തേണ്ട ഇടവല്ല ദൈവത്തിൻ്റെ സഭ. എൻ്റെ വ്യക്തിപരമായ ഇറിറ്റേഷൻ വെളിപ്പെടുത്തേണ്ട ഇടവല്ല ദൈവത്തിൻ്റെ സഭ. എനിക്ക് സമൂഹത്തിനകത്തില്ല ഇല്ലാത്ത അംഗീകാരം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ശടിക്കേണ്ട ഇടമല്ല ദൈവസഭ. ഇത് ദൈവ വ്യവസ്ഥിതിയാണ്, ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥിതി, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവോദ്ദേശത്തിനകത്ത് സ്വർഗം ചലിപ്പിക്കുന്ന ഇടമായത്. എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഇടമല്ല ദൈവസഭ, എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഇടമല്ല സഭ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവ ഇഷ്ടത്തിനകത്തുള്ളതാ, ഇത് ദൈവം ഒരുക്കുന്ന ഇടമാ, ദൈവഹിതത്തിൻ്റെ ഇടമാ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഇടമാ, തമ്പുരാൻ ഡിസൈൻ ചെയ്ത ഇടമാ ഇത്. ജീസസ് ഇന്നർ ഹീലിംഗ് സംഭവിക്കട്ടെന്ന് വിധേയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പ്രിയരെ, സമർപ്പിച്ച് കൊടുക്കുക. ഈ ആഴത്തിലുള്ളൊരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടണമെന്ന് സമർപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകും. നിങ്ങളുടെ ഹീലിംഗ് നിങ്ങളുടെ സഭയുടെ ഹീലിംഗ് ആയി മാറും. ചില ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് കുടുംബ ഹീലാകാത്തത്, ചില ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് അത് തലമുറ ഹീലാകാത്തത്, ചില ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് ദൈവസഭ ഹീലാകാത്തത്, ചില ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് ദേശം ഹീലാകാത്തത്. അതുകൊണ്ടല്ലേ മറ്റൊരു ഭാഗം പഴയ നിയമത്തിനകത്ത് പറയും, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പൊ ആർക്ക് ആദ്യം ഹീലിംഗ് നടക്കേണ്ടത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തിയാൽ ഞാൻ അവരെ ഹീൽ ചെയ്യുന്ന ദൈവമാണ്. ദൈവസഭകൾക്കകത്ത് ഹീലിംഗ് നടക്കട്ടെ, ദൈവസഭകൾക്കകത്ത് ഇന്നർ ഹീലിംഗ് നടക്കട്ടെ, ദൈവസഭകൾ മുറിവുകൾ ഉണക്കപ്പെടട്ടെ, ദൈവസഭകൾക്കകത്ത് റെക്കൺസിലിയേഷൻ നടക്കട്ടെ, ദൈവസഭകൾക്കകത്ത് സ്പിരിച്വൽ ഹീലിംഗ് നടക്കട്ടെ. റെക്കൺസിലിയേഷനുകളുടെ ഇടമായി ദൈവസഭ മാറട്ടെ, നിരപ്പുകളുടെ ഇടമായി ദൈവസഭ മാറട്ടെ, അന്യോന്യ പാപങ്ങളെ ഏറ്റുപറയുന്ന ഇടമായി ദൈവസഭ മാറട്ടെ, നിരപ്പ് വരേണ്ട മേഖല നിരപ്പ് നടക്കുന്ന ഇടമായി ദൈവസഭകൾ മാറട്ടെ. അന്യോന്യ പാപങ്ങളെ ഏറ്റുപറയുന്ന, നിരപ്പ് സംഭവിക്കുന്ന, റെക്കൺസിലിയേഷൻ നടക്കുന്ന, ആത്മാവിൽ ക്ഷമ ചോദിക്കുന്ന ഇടമായി ദൈവസഭകൾ മാറട്ടെ. ഈഗോകൾ വളരേണ്ട ഇടമല്ല ദൈവസഭ, ഈഗോകൾ പൊളിയേണ്ട ഇടമാ ദൈവസഭ. എന്റെ ഇഷ്ടം പെരുകേണ്ട ഇടമല്ല ദൈവസഭ, എന്റെ ഇഷ്ടം തകരേണ്ട ഇടമാ ദൈവസഭ. എന്റെ ഹിതം ഉയരേണ്ട ഇടമല്ല ദൈവസഭ, ദൈവഹിതം വെളിപ്പെടേണ്ട ഇടമാ ദൈവസഭ. രാത്രി അങ്ങനെ എറിഞ്ഞു കൊടുത്തേ, അങ്ങനെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നിങ്ങളുടെ ലൈഫിന് മേൽ ദൈവത്തിന്റെ കാര്യം ചാലിക്കും, ദൈവത്തിന്റെ കാര്യം ചാലിക്കും. ദൈവഹിതത്തിനകത്ത് ചിലതിനെയൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി തട്ടി എഴുന്നേൽപ്പിക്കുക. അങ്ങനെയുള്ളൊരു ഇന്നർ ഹീലിംഗിനകത്തേക്ക് ചിലതിനെ ആത്മാവ് പിടിച്ചു കയറ്റുന്ന വിശ്വസിച്ച് ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഒരു ദൈവിക ഹീലിംഗിന്റെ രാത്രിയാകട്ടെ, ഒരു ദൈവിക ഹീലിംഗിന്റെ രാത്രിയാകട്ടെ. അത് ഏറ്റവും ഇന്നർ ബീയിങ്ങിനകത്ത് ഇറങ്ങിച്ചെന്ന് ആന്തരിക മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെന്ന്